ഹലോ സുഹൃത്തുക്കളെ, ഇന്ന് രാത്രി നമ്മൾ സഞ്ചരിക്കുന്നത് ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും തിളക്കമുള്ളതും അതേസമയം തന്നെ ഏറ്റവും ഇരുണ്ടതുമായ ഒരു കാലഘട്ടത്തിലേക്കാണ്. 17-ാം നൂറ്റാണ്ടിലെ മുഗൾ സാമ്രാജ്യം. ലോകത്തിലെ മൊത്തം സമ്പത്തിൻ്റെ കാൽഭാഗവും കയ്യിലൊതുക്കി വെച്ചിരുന്ന അക്കാലത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായിരുന്ന ഭാരതം. ഷാജഹാൻ ചക്രവർത്തി നിർമ്മിച്ച താജ്മഹലിൻ്റെ വെണ്ണക്കല്ലുകൾ തിളങ്ങി നിൽക്കുന്ന, കവികളും ചിത്രകാരന്മാരും സംഗീതജ്ഞരും നിറഞ്ഞു നിന്ന ആ സുവർണ കാലഘട്ടത്തിൽ നിന്ന് പിന്നീട് വാളുകളുടെയും രക്തത്തിൻ്റെയും കണക്കുകൾ മാത്രം പറയുന്നൊരു കാലത്തേക്ക് നമ്മൾ പോവുകയാണ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഔറംഗസീബിനെക്കുറിച്ചാണ്. 1658 മുതൽ 1707 വരെ ഏകദേശം 49 വർഷം ഇന്ത്യ ഭരിച്ച 6ാമത്തെ മുഗൾ ചക്രവർത്തി. മുഗൾ സാമ്രാജ്യത്തെ അതിൻ്റെ ഏറ്റവും വലിയ വിസ്തൃതിയിലേക്ക് വളർത്തിയ, എന്നാൽ അതേസമയം തന്നെ അതിൻ്റെ തകർച്ചയ്ക്ക് വിത്തുപാകിയ ഭരണാധികാരി. സ്വന്തം പിതാവിനെ തടവിലാക്കിയ മകൻ, സഹോദരങ്ങളെ വധിച്ച ജ്യേഷ്ഠൻ, സംഗീതത്തെ വെറുത്ത കലാസ്വാദകൻ, ഒടുവിൽ സ്വന്തം ശവകുടീരത്തിനു മുകളിൽ മേൽക്കൂര പോലും വേണ്ടെന്ന് വാശി പിടിച്ച ലാളിത്യത്തിൻ്റെ ഉടമ. ചരിത്രകാരന്മാർ ഇന്നും രണ്ട് ചേരിയിലായി നിന്ന് തർക്കിക്കുന്ന പേര് ഔറംഗസീബ് ആലംഗീർ. നിങ്ങളിന്ന് കേൾക്കാൻ പോകുന്നത് കേവലം യുദ്ധങ്ങളുടെ കഥയല്ല. മൈലാസനത്തിൻ്റെ മോഹത്തിൽ തുടങ്ങി ഡെക്കാനിലെ പൊടിപിടിച്ച കൂടാരങ്ങളിൽ അവസാനിക്കുന്ന ഒരു മനുഷ്യൻ്റെ ഏകാന്തമായ യാത്രയാണ്. നമ്മൾ കാണാൻ പോകുന്നത് ആഗ്രയിലെ രാജകൊട്ടാരത്തിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന സംഗീതജ്ഞരുടെ കരച്ചിലുകളാണ്. കാടുകളിൽ മറഞ്ഞിരുന്ന് മുഗൾ സൈന്യത്തെ വിറപ്പിച്ച മറാഠ പോരാളികളുടെ തന്ത്രങ്ങളാണ്. ഒടുവിൽ എല്ലാ അധികാരവും ഉണ്ടായിട്ടും സമാധാനം മാത്രം കിട്ടാതെ പോയ ഒരു ചക്രവർത്തിയുടെ കുറ്റബോധമാണ്. ആഡംബരത്തിൻ്റെ കൊടുമുടിയിൽ നിന്ന് ലളിത ജീവിതത്തിൻ്റെ താഴ്വരയിലേക്ക് അയാൾ നടത്തുന്ന ആ യാത്ര ഒരേ സമയം ത്രില്ലിങ്ങും എന്നാൽ ചിന്തനീയവുമാണ്. നമ്മുടെ കഥ തുടങ്ങുമ്പോൾ ആഗ്രയിലെ ആകാശം തെളിഞ്ഞതാണ്. യമുനാ നദി ശാന്തമായി ഒഴുകുന്നു. പക്ഷേ കൊട്ടാരത്തിനുള്ളിലെ ശാന്തത വെറും പുറം മൂടി മാത്രമാണ്. അവിടെ സഹോദരങ്ങൾക്കിടയിൽ അധികാരം പങ്കിടുന്നതിനെക്കുറിച്ചല്ല, മറിച്ച് അത് പിടിച്ചെടുക്കുന്നതിനെക്കുറിച്ചുള്ള നിശബ്ദമായ കണക്കുകൂട്ടലുകൾ നടക്കുകയാണ്. ഒരു മിനിറ്റ് സുഹൃത്തുക്കളെ, കഥ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം. നിങ്ങൾ ഈ രാത്രി യാത്രകൾ ശരിക്കും ആസ്വദിക്കുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും സ്ലംബർ സാഗ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങൾ എവിടെ നിന്നാണ് ഇത് കേൾക്കുന്നത്, ഇപ്പോൾ അവിടെ എത്ര സമയമായി എന്നതിനെക്കുറിച്ച് ഒരു കമൻ്റ് ഇടുക. കാരണം ആരൊക്കെ എവിടെ നിന്നൊക്കെയാണ് ഈ കഥ കേൾക്കുന്നതെന്ന് എനിക്ക് അറിയാൻ താല്പര്യമുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ ബെഡ്റൂം ലൈറ്റുകൾ ഡിം ചെയ്യുക. നല്ലൊരു പശ്ചാത്തല ശബ്ദത്തിനായി ആ ഫാൻ ഓൺ ചെയ്യുക. ഇന്ന് രാത്രിയിലെ ഈ യാത്രയിലേക്ക് നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം. നമ്മുടെ കഥ ആരംഭിക്കുന്നത് 1618 ഗുജറാത്തിലെ ദോഹത്തിലാണ്. ഷാജഹാൻ ചക്രവർത്തിയുടെയും മുംതാസ് മഹലിൻ്റെയും 3ാമത്തെ മകനായി ഔറംഗസീബ് ജനിക്കുമ്പോൾ. പക്ഷെ നമ്മളിപ്പോൾ നിൽക്കുന്നത് 1630കളിലെ ആഗ്രയിലാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും സമ്പന്നമായ രാജകൊട്ടാരം. എവിടെ നോക്കിയാലും കണ്ണഞ്ചിപ്പിക്കുന്ന തിളക്കം, ചുമരികളിൽ പതിപ്പിച്ചിരിക്കുന്ന രത്നങ്ങൾ, ഇറാനിൽ നിന്നും തുർക്കിയിൽ നിന്നും എത്തുന്ന പട്ടുതുണികൾ, എപ്പോഴും കേൾക്കുന്ന സംഗീതത്തിൻ്റെ അലയൊലികൾ, കാറ്റിനു പോലും പനിനീർ പൂക്കളുടെ ഗന്ധം. ഷാജഹാൻ ചക്രവർത്തി കലയുടെയും സൗന്ദര്യത്തിൻ്റെയും ആരാധകനാണ്. അദ്ദേഹത്തിന് ചുറ്റും എപ്പോഴും കവികളും പണ്ഡിതന്മാരും തിക്കിത്തിരക്കുന്നു. ഈ വലിയ ആഘോഷങ്ങൾക്കിടയിൽ അധികമാരും ശ്രദ്ധിക്കാത്ത, അല്ലെങ്കിൽ ആൾക്കൂട്ടത്തിൽ നിന്ന് മാറി നിൽക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു കൗമാരക്കാരനുണ്ട്. അതാണ് നമ്മുടെ നായകൻ മുഹി ഉദ്ദീൻ മുഹമ്മദ്, പിൽക്കാലത്ത് ഔറംഗസീബ് എന്നറിയപ്പെടുന്ന രാജകുമാരൻ. ബാക്കിയുള്ള രാജകുമാരന്മാർ, പ്രത്യേകിച്ച് മൂത്ത മകൻ ദാരാ ഷിക്കോ, പിതാവിനെ പോലെ തന്നെ കലയിലും തത്വചിന്തയിലും മുഴുകി ജീവിക്കുമ്പോൾ ഔറംഗസീബ് വ്യത്യസ്തനാണ്. ആഡംബര വസ്ത്രങ്ങളേക്കാൾ അയാൾക്ക് താൽപ്പര്യം മതഗ്രന്ഥങ്ങളോടും വാളുകളോടുമാണ്. കൊട്ടാരത്തിലെ വിരുന്നുകളിൽ അയാൾ പങ്കെടുക്കുന്നുണ്ടെങ്കിലും അയാളുടെ മനസ്സ് അവിടെയല്ല. ആ കണ്ണുകളിൽ എപ്പോഴും ഒരുതരം ഗൗരവമുണ്ട്, പ്രായത്തിൽ കവിഞ്ഞ പക്വതയുണ്ട്. നിങ്ങളൊന്ന് സങ്കല്പിച്ചു നോക്കൂ, ഒരു വീട്ടിൽ എല്ലാവരും പാട്ടും ഡാൻസും ആഘോഷവുമായി നടക്കുമ്പോൾ ഒരു കുട്ടി മാത്രം മുറിയിലടച്ചിരുന്ന് സീരിയസ് ആയി പഠിക്കുന്നു.
സ്വാഭാവികമായും ബാക്കിയുള്ളവർക്ക് അവനൊരു ബോറനായി തോന്നുമല്ലേ? അതുതന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. ഷാജഹാൻ ചക്രവർത്തിക്ക് തൻ്റെ മൂത്ത മകൻ ദാരാ ഷിക്കോ എന്ന് പറഞ്ഞാൽ ജീവനാണ്. ദാര ഒരു പണ്ഡിതനാണ്. എല്ലാ മതങ്ങളെയും ബഹുമാനിക്കുന്ന ഉദാരമനസ്കനായ, എല്ലാവരോടും ചിരിച്ചു കളിച്ച് നടക്കുന്ന രാജകുമാരൻ. ചക്രവർത്തി ദാരയെ തൻ്റെ പിൻഗാമിയായി മനസ്സിൽ കണ്ടുകഴിഞ്ഞു. സഭയിലെപ്പോഴും ദാരയ്ക്ക് പിതാവിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇരിപ്പിടം ലഭിക്കുന്നു. ഇതെല്ലാം കണ്ടുകൊണ്ട്, എന്നാൽ ഒന്നും മിണ്ടാതെ, എല്ലാം ഉള്ളിലൊതുക്കി ഔറംഗസീബ് നടക്കുന്നു. താൻ എത്രയൊക്കെ കഴിവ് തെളിയിച്ചാലും പിതാവിൻ്റെ കണ്ണിൽ ദാരയ്ക്ക് താഴെ മാത്രമേ തനിക്ക് സ്ഥാനമുള്ളൂ എന്ന സത്യം ആ ബാലൻ തിരിച്ചറിയുന്നുണ്ട്. ഈ അവഗണനയാണ് പിൽക്കാലത്ത് ഒരു സാമ്രാജ്യത്തെ മുഴുവൻ പിടിച്ചുകുലുക്കിയ വാശിയായി മാറുന്നത്. ഔറംഗസീബ് തൻ്റെ സമയം പാഴാക്കുന്നില്ല. ദാര തത്വചിന്താപരമായ ചർച്ചകളിൽ ഏർപ്പെടുമ്പോൾ ഔറംഗസീബ് യുദ്ധതന്ത്രങ്ങളും ഭരണകാര്യങ്ങളും പഠിക്കുകയാണ്. അയാൾക്ക് നന്നായി അറിയാം, മുഗൾ ചരിത്രത്തിൽ അധികാരമൊരിക്കലും വെള്ളിത്തളികയിൽ ആർക്കും കിട്ടിയിട്ടില്ല എന്ന്. ബാബർ മുതൽ ഷാജഹാൻ വരെ എല്ലാവരും വാളുകൊണ്ട് നേടിയെടുത്തതാണ് സിംഹാസനം. അങ്ങനെയിരിക്കെയാണ് 1633 ആ ദിവസം വരുന്നത്. ഔറംഗസീബിൻ്റെ ജീവിതത്തിലെ, അല്ലെങ്കിൽ അയാളുടെ സ്വഭാവം ലോകത്തിന് കാണിച്ചുകൊടുത്ത ആദ്യത്തെ സംഭവം. ആഗ്രയിലെ നദീതീരത്ത് ആനപ്പോര് നടക്കുകയാണ്. ഷാജഹാൻ ചക്രവർത്തിയും മക്കളും ഉന്നത ഉദ്യോഗസ്ഥരുമെല്ലാം ബാൽക്കണിയിലിരുന്ന് ഈ വിനോദം കാണുന്നു. സുധാകർ എന്നും സൂരജ്മുഖ് എന്നും പേരുള്ള 2 കൂറ്റൻ ആനകൾ തമ്മിലാണ് പോരാട്ടം. കാണികൾ ആവേശത്തിലാണ്. പൊടിപടലങ്ങൾക്കിടയിൽ ആനകൾ പരസ്പരം കൊമ്പുകോർക്കുന്നു. പെട്ടെന്നാണ് കാര്യങ്ങൾ കൈവിട്ടു പോകുന്നത്. പോരാട്ടത്തിനിടയിൽ നിയന്ത്രണം വിട്ട സുധാകർ എന്ന ആന നേരെ വരുന്നത് ഔറംഗസീബ് കുതിരപ്പുറത്ത് നിൽക്കുന്ന ഭാഗത്തേക്കാണ്. ചുറ്റുമുള്ളവർ ഭയന്നു ചിതറിയോടുന്നു. ആനയുടെ വലിപ്പവും അതിൻ്റെ കോപവും കണ്ട് മുതിർന്ന പടയാളികൾ പോലും മാറി നിൽക്കുന്നു. ഔറംഗസീബിന് അന്ന് വെറും 14 വയസ്സു മാത്രമാണ് പ്രായം. സാധാരണ ഒരു കുട്ടി എന്തു ചെയ്യും? കുതിരയെ തിരിച്ചോടിക്കും അല്ലേ? എന്നാൽ ഔറംഗസീബ് അനങ്ങുന്നില്ല. അയാൾ കുതിരയുടെ കടിഞ്ഞാൺ മുറുകെ പിടിക്കുന്നു. ആന പാഞ്ഞടുക്കുമ്പോൾ ഔറംഗസീബ് തൻ്റെ കുന്തം ആനയുടെ നേരെ എറിയുന്നു. ആനയുടെ തുമ്പിക്കൈയിൽ കുന്തം കൊള്ളുന്നു. പക്ഷേ അത് കൂടുതൽ പ്രകോപിതനായി ഔറംഗസീബിൻ്റെ കുതിരയെ ഇടിച്ചു തെറിപ്പിക്കുന്നു. ഔറംഗസീബ് നിലത്തേക്ക് വീഴുന്നു. ഇത്തവണ തീർന്നുവെന്നാണ് എല്ലാവരും കരുതുന്നത്. ബാൽക്കണിയിലിരിക്കുന്ന ഷാജഹാനും ദാരാ ഷിക്കോയും ശ്വാസമടക്കിപ്പിടിച്ചു നോക്കി നിൽക്കുന്നു. പൊടിപടലങ്ങൾക്കിടയിൽ നിന്ന് ആ 14കാരൻ എഴുന്നേൽക്കുന്നു. പേടിച്ചോടുന്നതിന് പകരം അയാൾ തൻ്റെ വാളൂരി ആനയെ നേരിടാൻ തയ്യാറായി നിൽക്കുന്നു. ഒടുവിൽ കാവൽക്കാർ ഓടിയെത്തി പടക്കങ്ങളും കുന്തങ്ങളും ഉപയോഗിച്ച് ആനയെ തുരത്തുന്നു. സംഭവം കഴിഞ്ഞ് പൊടിപിടിച്ച വസ്ത്രങ്ങളുമായി ഔറംഗസീബ് പിതാവിൻ്റെ മുൻപിലെത്തുന്നു. ഷാജഹാൻ ചോദിക്കുന്നു, നിനക്ക് പേടി തോന്നിയില്ലേ മകനെ? എന്തിനാണ് നീ അവിടെ നിന്ന് മാറാതെ നിന്നത്? അപ്പോൾ ഔറംഗസീബ് നൽകുന്ന മറുപടി അയാളുടെ ഭാവി പ്രവചിക്കുന്നതുപോലെയാണ്. അയാൾ പറയുന്നു, മരണം എപ്പോൾ വരണമെന്ന് പടച്ചവനാണ് തീരുമാനിക്കുന്നത്. അതിൽ നിന്ന് ഒഴിച്ചോടിയിട്ട് എന്ത് കാര്യം? കൂടാതെ ചക്രവർത്തിയുടെ മക്കൾ ഭയന്നോടുന്നത് നാണക്കേടല്ലേ? ഈ വാക്കുകൾ കേട്ട് സദസ്സ് നിശബ്ദമാകുന്നു. ദാരാ ഷിക്കോ അത്ഭുതത്തോടെ തൻ്റെ അനിയനെ നോക്കുന്നു. പക്ഷേ ആ നോട്ടത്തിൽ അത്ഭുതത്തേക്കാൾ കൂടുതൽ വരാനിരിക്കുന്ന അപകടത്തിൻ്റെ നേരിയ സൂചനയുണ്ടായിരുന്നു. ഈ സംഭവം ഔറംഗസീബിൻ്റെ ധൈര്യം തെളിയിച്ചെങ്കിലും അത് കുടുംബത്തിലെ വിള്ളലുകൾ കുറയ്ക്കുകയല്ല, മറിച്ച് കൂട്ടുകയാണ് ചെയ്തത്. ഷാജഹാൻ ഔറംഗസീബിനെ പ്രശംസിച്ചെങ്കിലും അദ്ദേഹത്തിൻ്റെ വാത്സല്യം എപ്പോഴും ദാരയോട് തന്നെയായിരുന്നു. ദാര കൊട്ടാരത്തിലെ സുഖസൗകര്യങ്ങളിൽ ജീവിക്കുമ്പോൾ ഔറംഗസീബിനെ ചെറിയ പ്രായത്തിൽ തന്നെ ഭരണപരമായ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കാൻ ഷാജഹാൻ തീരുമാനിക്കുന്നു. ഒരുപക്ഷെ ഔറംഗസീബിൻ്റെ കർക്കശമായ സ്വഭാവം കൊട്ടാരത്തിലെ ഉല്ലാസങ്ങൾക്ക് തടസ്സമാകുമെന്ന് അദ്ദേഹം ഭയന്നിട്ടുണ്ടാകാം. അല്ലെങ്കിൽ മിടുക്കനായ ഈ മകനെ ദൂരെയുള്ള സ്ഥലങ്ങളിൽ നിയമിക്കുന്നതാണ് തൻ്റെ പ്രിയപ്പെട്ട മകൻ ദാരയ്ക്ക് സുരക്ഷിതമെന്ന് അദ്ദേഹം കണക്കുകൂട്ടിയിട്ടുണ്ടാകാം. അങ്ങനെ ഔറംഗസീബ് തൻ്റെ കൗമാരം ചിലവഴിക്കുന്നത് യുദ്ധക്കളങ്ങളിലും കൂടാരങ്ങളിലുമാണ്. 1636 18-ാം വയസ്സിൽ അദ്ദേഹത്തെ ഡെക്കാനിലെ വൈസ്രോയിയായി നിയമിക്കുന്നു. ആഗ്രയിലെ പൂന്തോട്ടങ്ങളിൽ നിന്ന് കിലോമീറ്ററുകൾ അകലെ കത്തുന്ന വെയിലിലും കല്ലുകൾ നിറഞ്ഞ ഭൂപ്രകൃതിയിലും ഔറംഗസീബ് ഭരണതന്ത്രങ്ങൾ പഠിക്കുന്നു. അവിടെ കവിതകളില്ല, സംഗീതമില്ല, പകരം നികുതി പിരിവിൻ്റെ കണക്കുകളും വിമതരെ അടിച്ചമർത്തുന്നതിൻ്റെ തന്ത്രങ്ങളും മാത്രം. വർഷം 1657. നമ്മുടെ കഥയിലെ കളി മാറുകയാണ്.
ആഗ്രയിലെ കൊട്ടാരത്തിലൊരു വാർത്ത കാട്ടുതീ പോലെ പടരുന്നു. ചക്രവർത്തി ഷാജഹാൻ ഗുരുതരമായി രോഗബാധിതനായിരിക്കുന്നു. വെറുമൊരു പനിയോ തലവേദനയോ അല്ല, മൂത്രതടസ്സവും വയറുവേദനയും കാരണം അദ്ദേഹം കിടപ്പിലായി. പുറംലോകം കരുതിയത് ചക്രവർത്തി മരിച്ചു എന്നാണ്. ആ ഒരു തെറ്റിദ്ധാരണ മതിയായിരുന്നു മുഗൾ സാമ്രാജ്യത്തെ അടിമുടി പിടിച്ചുലയ്ക്കാൻ. കാരണം മുഗൾ നിയമമനുസരിച്ച് മൂത്ത മകൻ തന്നെ രാജാവാകണം എന്ന് നിർബന്ധമില്ല. വാളുള്ളവന് വില്ല്, അതാണ് അവിടുത്തെ നിയമം. 4 ആൺമക്കളാണ് ഷാജഹാന്. 4 പേരും 4 ദിക്കുകളിൽ. ദാരാ ഷിക്കൂർ ആഗ്രയിൽ അച്ഛൻ്റെ കൂടെയുണ്ട്. ഷൂജ ബംഗാളിലാണ്, അവിടുത്തെ സുഖഭോഗങ്ങളിൽ മുഴുകിക്കഴിയുന്നു. ഏറ്റവും ഇളയവനായ മുറാദ് ഗുജറാത്തിലുണ്ട്. എടുത്തുചാട്ടക്കാരനും എന്നാൽ ബുദ്ധി കുറഞ്ഞവനുമായ ഒരു പോരാളി. പിന്നെ ഡെക്കാനിൽ നമ്മുടെ ഔറംഗസീബും. അച്ഛൻ മരിക്കാറായി എന്ന വാർത്ത കിട്ടുമ്പോൾ സാധാരണ മക്കൾ പ്രാർത്ഥിക്കാൻ ഓടിയെത്തും. പക്ഷെ ഇവിടെ സംഭവിച്ചത് മറ്റൊന്നാണ്. ഈ 4 പേരും ചെയ്തത് തങ്ങളുടെ കുതിരകളെ അണിയിച്ചൊരുക്കാനും വാളുകൾ രാഗി മൂർച്ച കൂട്ടാനും തുടങ്ങുക എന്നതാണ്. കാരണം അവർക്കറിയാം, സിംഹാസനത്തിൽ ഒരാൾക്ക് മാത്രമേ ഇരിക്കാൻ കഴിയൂ. ബാക്കിയുള്ളവർക്കുള്ള സ്ഥാനം ശവക്കുഴിയാണ്. ഔറംഗസീബ് എത്ര തന്ത്രശാലിയാണെന്ന് തെളിയുന്നത് ഇവിടെയാണ്. അദ്ദേഹം നേരിട്ട് ആഗ്രയിലേക്ക് പടമയക്കുന്നില്ല. പകരം ഗുജറാത്തിലുള്ള തൻ്റെ അനിയൻ മുറാദിന് ഒരു കത്തെഴുതുന്നു. നമുക്ക് കൈകോർക്കാം. ദാര ഒരു മതനിഷേധിയാണ്, അവനെ നമുക്ക് തകർക്കണം. അധികാരം കിട്ടിയാൽ സാമ്രാജ്യം നമുക്ക് പങ്കിടാം. പാവം മുറാദ് അത് വിശ്വസിക്കുന്നു. അങ്ങനെ 2 സൈന്യങ്ങൾ ഒന്നിക്കുന്നു. ഇത് കേവലം ഒരു യുദ്ധമല്ല, ചരിത്രത്തിലെ ഏറ്റവും വലിയ ചതുരംഗ കളിയാണ്. 1658 മെയ് മാസം, വെയിലുറച്ചു നിൽക്കുന്ന സമയം. ആഗ്രയിൽ നിന്ന് ഏതാനും കിലോമീറ്റർ അകലെ സമുഗഡ് എന്ന സ്ഥലത്ത് വച്ചാണ് ആ നിർണായക പോരാട്ടം നടക്കുന്നത്. ദാരാ ഷിക്കോയുടെ പക്കൽ വലിയൊരു സൈന്യമുണ്ട്, അച്ഛൻ്റെ പിന്തുണയുണ്ട്, പണമുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് ഇല്ലാത്തതൊന്നു മാത്രമാണ്: യുദ്ധകളത്തിലെ പരിചയം. ഔറംഗസീബാകട്ടെ ജീവിതം മുഴുവൻ ഡെക്കാനിലെ കല്ലും മുള്ളും നിറഞ്ഞ പാതകളിൽ യുദ്ധം ചെയ്ത് തഴമ്പിച്ചവനാണ്. സമുഗഡിലെ യുദ്ധം ഭയാനകമായിരുന്നു. ഉച്ചവെയിലിൽ പടയാളികൾ തളർന്നു വീഴുന്നു. ഇരുമ്പു കവചങ്ങൾ ചൂടുകൊണ്ട് തിളയ്ക്കുന്ന പാത്രങ്ങൾ പോലെയായി. ദാരാ ഷിക്കോ ആനപ്പുറത്തിരുന്ന് യുദ്ധം നയിക്കുകയാണ്. ദൂരെ നിന്ന് നോക്കിയാൽ ആർക്കും അദ്ദേഹത്തെ കാണാം. അതാണ് സൈന്യത്തിൻ്റെ ആവേശം. എന്നാൽ ഔറംഗസീബ് തൻ്റെ പീരങ്കിടമ വിന്യസിച്ചിരിക്കുന്നത് അതീവ കൃത്യതയോടെയാണ്. മുഗൾ പീരങ്കികൾ തീതുപ്പാൻ തുടങ്ങി. ദാരയുടെ സൈന്യം ചിതറിയോടുന്നു. പക്ഷേ അപ്പോഴും തോൽക്കാൻ ദാര തയ്യാറല്ല. ഇവിടെയാണ് ചരിത്രത്തിലെ ഏറ്റവും വലിയ ചതികളിലൊന്ന് സംഭവിക്കുന്നത്. അല്ലെങ്കിൽ ഏറ്റവും വലിയ മണ്ടത്തരമെന്നും പറയാം. ദാരയുടെ സൈന്യാധിപന്മാരിൽ ഒരാളായ ഖലീലുള്ള ഖാൻ ദാരയുടെ അടുത്തെത്തുന്നു. അയാൾ ദാരയോട് പറയുന്നു, പ്രഭു, അങ്ങ് എന്തിനാണ് ഈ ആനപ്പുറത്തിങ്ങനെ എഴുന്നേറ്റ് നിൽക്കുന്നത്? ശത്രുക്കളുടെ അമ്പുകൾക്ക് അങ്ങ് എളുപ്പത്തിൽ ഇരയാകും. ദയവായി കുതിരപ്പുറത്തേക്ക് മാറിയാലും നമുക്ക് വേഗത്തിൽ നീങ്ങാം. യഥാർത്ഥത്തിൽ അതൊരു കെണിയായിരുന്നു. യുദ്ധക്കളത്തിൽ ആനപ്പുറത്തിരിക്കുന്ന രാജാവിനെ കാണാതായാൽ സൈന്യം കരുതും രാജാവ് മരിച്ചു എന്ന്. പക്ഷേ ദാരാ ഷിക്കോ ആ നിമിഷത്തിൽ അത് ചിന്തിച്ചില്ല. അദ്ദേഹം ആനപ്പുറത്ത് നിന്നിറങ്ങി കുതിരപ്പുറത്തേക്ക് കയറുന്നു. ആനയുടെ അമ്പാരി കാലിയായതും ദാരയുടെ സൈന്യത്തിൽ കൂട്ട നിലവിളി ഉയരുന്നു. ദാര മരിച്ചു, നമ്മൾ തോറ്റു എന്നലറിക്കൊണ്ട് സ്വന്തം സൈന്യം ആയുധം വലിച്ചെറിഞ്ഞോടാൻ തുടങ്ങി. ജയിക്കാമായിരുന്ന ഒരു യുദ്ധം ഒരൊറ്റ തീരുമാനത്തിലൂടെ ദാരാ ഷിക്കോ കൈവിട്ട് കളഞ്ഞു. ഈ തിക്കും തിരക്കും മുതലെടുത്ത് ഔറംഗസീബ് വിജയമുറപ്പിക്കുന്നു. ദാരാ ഷിക്കോ ജീവനും കൊണ്ട് ഓടിപ്പോകുന്നു. പക്ഷേ യഥാർത്ഥ കളി തുടങ്ങുന്നതേയുള്ളൂ. യുദ്ധം ജയിച്ച ഉടനെ ഔറംഗസീബ് തൻ്റെ കൂട്ടുകാരൻ മുറാദിന് നേരെ തിരിയുന്നു. അധികാരം പങ്കിടാമെന്ന് വാക്കു നൽകിയ ജ്യേഷ്ഠൻ വിജയാഘോഷത്തിനായി മുറാദിനെ ക്ഷണിക്കുന്നു. നല്ല ഭക്ഷണവും മദ്യവും നൽകി മുറാദിനെ സൽക്കരിക്കുന്നു. മദ്യലഹരിയിൽ ബോധം കെട്ടുറങ്ങിയ മുറാദ് കണ്ണു തുറക്കുമ്പോൾ കാണുന്നത് കൈകളിലെ ചങ്ങലകളാണ്. സ്വന്തം സഹോദരനെ വിശ്വസിച്ചതിന് കിട്ടിയ പ്രതിഫലം. ഗ്വാളിയോർ കോട്ടയിലെ ഇരുണ്ട തടവറയിലേക്കാണ് മുറാദ് അയക്കപ്പെടുന്നത്. അവിടെ വെച്ച് പിന്നീട് വധശിക്ഷയും നടപ്പിലാക്കുന്നു. ഇനി ബാക്കിയുള്ളത് സാക്ഷാൽ ഷാജഹാൻ ചക്രവർത്തിയാണ്. ആഗ്ര കോട്ടയ്ക്കുള്ളിൽ വാതിലടച്ച് സുരക്ഷിതനായിരിക്കുകയാണ് അദ്ദേഹം. പക്ഷേ ഔറംഗസീബ് കോട്ട ആക്രമിക്കുന്നില്ല. പകരം അതിക്രൂരമായ ഒരു തന്ത്രം പ്രയോഗിക്കുന്നു. യമുനാ നദിയിൽ നിന്ന് കോട്ടയിലേക്കുള്ള വെള്ളം അദ്ദേഹം തടയുന്നു. ചുട്ടുപൊള്ളുന്ന ജൂൺ മാസത്തിലെ ചൂടിൽ കുടിവെള്ളം പോലും കിട്ടാതെ ഷാജഹാൻ വലയുന്നു. ലോകം മുഴുവൻ ഭരിച്ച ചക്രവർത്തി ഒരു തുള്ളി വെള്ളത്തിനായി സ്വന്തം മകനോട് യാചിക്കേണ്ട അവസ്ഥ. ഒടുവിൽ ഗതികെട്ട് ഷാജഹാൻ കോട്ടയുടെ വാതിലുകൾ തുറക്കുന്നു. അവിടെ ഒരച്ഛനും മകനും തമ്മിലുള്ള കൂടിക്കാഴ്ചയല്ല നടക്കുന്നത്. ഔറംഗസീബ് തൻ്റെ പിതാവിനെ കാണാൻ പോലും പോകുന്നില്ല. പകരം ഭടന്മാരെ അയച്ച് അദ്ദേഹത്തെ വീട്ടുതടങ്കലിലാക്കുന്നു.
താജ്മഹലിൻ്റെ ദൃശ്യം കാണാവുന്ന മുസമ്മൻ ബുർജ് എന്ന ഗോപുരത്തിൽ ഷാജഹാൻ തൻ്റെ ശിഷ്ടകാലം കഴിച്ചുകൂട്ടാൻ വിധിക്കപ്പെടുന്നു. സ്വന്തം പ്രിയതമയുടെ സ്മാരകത്തിലേക്ക് നോക്കി നെടുവീർപ്പിടാൻ മാത്രമേ ആ പിതാവിന് കഴിയുമായിരുന്നുള്ളൂ. ഏറ്റവും ദാരുണമായ അന്ത്യം കാത്തിരുന്നത് ദാരാ ഷിക്കോവിനെയാണ്. പലയിടങ്ങളിലായി ഒളിച്ചു നടന്ന ദാരയെ ഒടുവിൽ പിടികൂടി ഡൽഹിയിലെത്തിക്കുന്നു. പണ്ട് സ്വർണ്ണത്തളികയിൽ ഭക്ഷണം കഴിച്ചിരുന്ന, പട്ടുതുണികൾ മാത്രമണിഞ്ഞിരുന്ന ആ രാജകുമാരനെ മുഷിഞ്ഞ വസ്ത്രങ്ങൾ ധരിപ്പിച്ച് മെലിഞ്ഞൊട്ടിയ ഒരു പിടിയാനയുടെ പുറത്തിരുത്തി ഡൽഹിയിലെ തെരുവുകളിലൂടെ നടത്തിക്കുന്നു. ജനങ്ങൾ തങ്ങളുടെ പ്രിയപ്പെട്ട രാജകുമാരൻ്റെ ഈ കോലം കണ്ട് അലമുറയിട്ട് കരഞ്ഞു എന്നാണ് ചരിത്രം പറയുന്നത്. പക്ഷേ ആ കണ്ണീരൊന്നും ഔറംഗസീബിൻ്റെ മനസ്സ് മാറ്റിയില്ല. മതനിഷേധ കുറ്റം ചുമത്തി ദാരാ ഷിക്കോവിനെ വധിക്കാൻ അദ്ദേഹം ഉത്തരവിടുന്നു. അങ്ങനെ രക്തബന്ധങ്ങളെല്ലാം അറുത്തുമാറ്റി 1658 ഔറംഗസീബ് ഔദ്യോഗികമായി കിരീടധാരണം നടത്തുന്നു. അദ്ദേഹം സ്വയം സ്വീകരിച്ച പേര് ആലംഗീർ എന്നാണ്. അതിൻ്റെ അർത്ഥമെന്താണെന്നോ? ലോകം കീഴടക്കിയവൻ. ശരിയാണ്, അദ്ദേഹം ലോകം കീഴടക്കി. പക്ഷേ സ്വന്തം കുടുംബത്തെ മുഴുവൻ നഷ്ടപ്പെടുത്തിക്കൊണ്ടാണെന്ന് മാത്രം. ഇനി മുതൽ മുഗൾ സാമ്രാജ്യത്തിൻ്റെ കഥ മാറുകയാണ്. കലയും സാഹിത്യവും വഴിമാറുന്നു. നിയമങ്ങളും വാളുകളും ആ സ്ഥാനം ഏറ്റെടുക്കുന്നു. രക്തം പുരണ്ട വാളുകൾ കഴുകി വൃത്തിയാക്കി അധികാരമുറപ്പിച്ച ശേഷം നമ്മൾ കാണുന്നത് തീർത്തും അപരിചിതമായൊരു കൊട്ടാരത്തെയാണ്. ആഗ്രയിലെയും ഡൽഹിയിലെയും രാജസദസ്സുകൾ പെട്ടെന്ന് നിശബ്ദമാകുന്നു. ഇന്നലെ വരെ അവിടെ ചിലമ്പുലികളും കവിതകളും ചിരികളും നിറഞ്ഞു നിന്നിരുന്നു. എന്നാൽ ഇന്നവിടെ കേൾക്കുന്നത് മൗനത്തിന്റെ മൂളലുകൾ മാത്രമാണ്. കാരണം സിംഹാസനത്തിലിരിക്കുന്നത് ഷാജഹാനല്ല, ഔറംഗസീബാണ്. ചരിത്രത്തിലെ ഏറ്റവും വിചിത്രമായൊരു മാറ്റത്തിനാണ് മുഗൾ സാമ്രാജ്യം സാക്ഷ്യം വഹിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരനായ ചക്രവർത്തി ഒരു ദരിദ്രനെ പോലെ ജീവിക്കാൻ തീരുമാനിക്കുന്നു. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. വജ്രങ്ങളും രത്നങ്ങളും പതിച്ച കിരീടം ധരിക്കേണ്ട തലയിൽ വെറും തുച്ഛവിലയുള്ള ഒരു തൊപ്പി വെച്ച് നടക്കുന്ന ചക്രവർത്തിയെ ഔറംഗസീബ് കൊട്ടാരത്തിലെ ആഡംബരങ്ങളെല്ലാം എടുത്തു മാറ്റുന്നു. അദ്ദേഹം പറയുന്നു, രാജ്യത്തെ ഖജനാവിലെ പണം ജനങ്ങളുടേതാണ്. അതിൻ്റെ സ്വന്തം കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ എനിക്ക് അവകാശമില്ല. ഇത് വെറുമൊരു പ്രഖ്യാപനമായിരുന്നില്ല. അദ്ദേഹം അത് അക്ഷരം പ്രതി നടപ്പിലാക്കി. പട്ടുതുണികൾ ഉപേക്ഷിച്ച് ഏറ്റവും വില കുറഞ്ഞ വെള്ള കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കാൻ അദ്ദേഹം തുടങ്ങി. സ്വർണ്ണപാത്രങ്ങൾക്ക് പകരം മൺപാത്രങ്ങളിലോ ലളിതമായ ലോഹപാത്രങ്ങളിലോ ഭക്ഷണം കഴിച്ചു. പക്ഷേ ഇതിലും അത്ഭുതകരമായ കാര്യം അദ്ദേഹത്തിന്റെ വരുമാനമാർഗമാണ്. ഒരു ചക്രവർത്തിക്ക് ജീവിക്കാൻ എന്തിനാണ് വരുമാനമെന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം. പക്ഷേ ഔറംഗസീബിന് നിർബന്ധമായിരുന്നു താൻ കഴിക്കുന്ന ഭക്ഷണത്തിനുള്ള പണം സ്വന്തം അധ്വാനത്തിലൂടെ കണ്ടെത്തണമെന്ന്. അതിനായി അദ്ദേഹം കണ്ടെത്തിയ വഴികൾ എന്താണെന്നോ? 1. വിശുദ്ധ ഖുർആൻ പകർത്തിയെഴുതുക. 2. തൊപ്പികൾ തുന്നുക. അതെ, നിങ്ങൾ കേട്ടത് ശരിയാണ്. പകൽ മുഴുവൻ സാമ്രാജ്യം ഭരിക്കുന്ന കൈകൾ രാത്രിയിൽ എണ്ണവിളക്കിന്റെ വെളിച്ചത്തിൽ സൂചിയും നൂലുമെടുത്ത് തൊപ്പികൾ തുന്നുന്നു. ആ തൊപ്പികൾ ചന്തയിൽ കൊണ്ടുപോയി വിറ്റുകിട്ടുന്ന തുച്ഛമായ പണം കൊണ്ടാണ് ഇന്ത്യയുടെ ചക്രവർത്തി സ്വന്തം ചെലവുകൾ നടത്തിയിരുന്നത്. കൊട്ടാരത്തിലെ ഉദ്യോഗസ്ഥർക്ക് ഇത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. പണ്ട് ഷാജഹാന്റെ കാലത്ത് ചക്രവർത്തി ഒരു തവണ ഉടുത്ത വസ്ത്രം പിന്നീട് ആർക്കെങ്കിലും സമ്മാനമായി കൊടുക്കുമായിരുന്നു. അത്രയും വിലപിടിപ്പുള്ളതായിരുന്നു ഓരോ വസ്ത്രവും. എന്നാൽ ഇപ്പോൾ ഔറംഗസീബിന്റെ വസ്ത്രങ്ങൾ പലയിടത്തും തുന്നിച്ചേർത്തതായി കാണാം. അദ്ദേഹം തന്റെ ശവസംസ്കാരത്തിന് വേണ്ടി കരുതിവെച്ച പണം പോലും തൊപ്പികൾ തുന്നി ഉണ്ടാക്കിയതായിരുന്നു. എന്റെ കല്ലറയ്ക്ക് മുകളിൽ മേൽക്കൂര പണിയരുത്, ആകാശത്തിന് കീഴെ പച്ചപ്പുല്ല് വളരുന്ന മണ്ണിൽ ലളിതമായി എന്നെ അടക്കണമെന്ന് അദ്ദേഹം നേരത്തെ തന്നെ എഴുതിവെച്ചു. ഈ മാറ്റം ഔറംഗസീബിന്റെ വ്യക്തിജീവിതത്തിൽ മാത്രം ഒതുങ്ങി നിന്നില്ല. കൊട്ടാരത്തിലെ ഓരോ തൂണിലും അതിൻ്റെ പ്രതിഫലനമുണ്ടായി. ഷാജഹാന്റെ കാലത്ത് കൊട്ടാരത്തിൽ സ്വർണ്ണ മഷിപത്രങ്ങളും വെള്ളി കൈവരികളും ഉണ്ടായിരുന്നു. ഔറംഗസീബ് അതെല്ലാം എടുത്തുമാറ്റി. ഇതെല്ലാം അഹങ്കാരമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്നവർക്ക് സ്വർണം ധരിക്കുന്നത് ഹറാമാണ്, നിഷിദ്ധമാണ് എന്ന വിശ്വാസം അദ്ദേഹം മുറുകെ പിടിച്ചു. അതുകൊണ്ട് തന്നെ കൊട്ടാരത്തിലെ പുരുഷന്മാരാരും സ്വർണം ധരിക്കാൻ പാടില്ലെന്ന് കർശനമായ ഉത്തരവ് വന്നു. പണ്ട് സുഗന്ധദ്രവ്യങ്ങളുടെ മണം കൊണ്ട് വീർപ്പുമുട്ടിയിരുന്ന ഇടനാഴികളിൽ ഇപ്പോൾ കർക്കശമായ നിയമങ്ങളുടെ ഗന്ധം മാത്രം. ഔറംഗസീബ് ഒരു ഹാഫിസായിരുന്നു, അതായത് ഖുർആൻ മുഴുവനായി മനഃപ്പാഠമാക്കിയ ആൾ. തൻ്റെ ഓരോ ചലനവും മതഗ്രന്ഥങ്ങളിൽ പറയുന്നത് പോലെ ആകണമെന്ന് അദ്ദേഹത്തിന് നിർബന്ധമായിരുന്നു. അതുകൊണ്ട് തന്നെ കൊട്ടാരത്തിലെ ജ്യോതിഷികളെയും അദ്ദേഹം പിരിച്ചുവിട്ടു. ഭാവി അറിയാവുന്നത് ദൈവത്തിന് മാത്രമാണ്. നക്ഷത്രങ്ങൾ നോക്കി സമയം കുറിക്കുന്നവർക്ക് ഇവിടെ സ്ഥാനമില്ല എന്ന് അദ്ദേഹം തീർത്തു പറഞ്ഞു.
കലണ്ടറുകൾ ഉണ്ടാക്കുന്നവരും സമയം നോക്കുന്നവരും തൊഴിലില്ലാത്തവരായി. ഒരു സാമ്രാജ്യം മുഴുവൻ ഒരു മനുഷ്യന്റെ മനസാക്ഷിക്കനുസരിച്ച് മാറുന്ന കാഴ്ചയായിരുന്നു അത്. ഔറംഗസീബിന്റെ ഈ ലളിത ജീവിതം വെറും ഷോ ഓഫ് ആയിരുന്നില്ല, മറിച്ച് അദ്ദേഹത്തിന്റെ ഭരണകൂടത്തിന്റെ അടിത്തറ തന്നെ മാറ്റുന്ന ഒന്നായിരുന്നു. ഏറ്റവും വലിയ മാറ്റം വന്നത് ജറൂഖാ ദർശൻ എന്ന ആചാരത്തിലാണ്. മുഗൾ ചക്രവർത്തിമാർ അക്ബർ മുതൽ ഷാജഹാൻ വരെ എല്ലാ ദിവസവും രാവിലെ കൊട്ടാരത്തിന്റെ ബാൽക്കണിയിൽ വന്ന് ജനങ്ങളെ അഭിവാദ്യം ചെയ്യുന്ന രീതിയായിരുന്നു ഇത്. ജനങ്ങൾ ചക്രവർത്തിയെ ദൈവത്തിന്റെ പ്രതിപുരുഷനായി കണ്ട് വണങ്ങിയിരുന്നു. എന്നാൽ ഔറംഗസീബ് ഇത് നിർത്തലാക്കി. മനുഷ്യൻ മനുഷ്യനെ ആരാധിക്കുന്നത് ഇസ്ലാമിക വിരുദ്ധമാണ്, ഞാൻ ദൈവമല്ല, വെറുമൊരു സേവകൻ മാത്രമാണ് എന്നു പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആ ജാലകങ്ങൾ കൊട്ടിയടച്ചു. അതുപോലെ തന്നെ തുലാദാൻ എന്ന ചടങ്ങും അദ്ദേഹം അവസാനിപ്പിച്ചു. ചക്രവർത്തിയുടെ ജന്മദിനത്തിൽ അദ്ദേഹത്തിന്റെ ഭാരത്തിന് തുല്യമായി സ്വർണവും വെള്ളിയും സാധനങ്ങളും തുലാസിൽ വെച്ച് അളന്ന് അത് പാവങ്ങൾക്ക് കൊടുക്കുന്ന രീതിയായിരുന്നു ഇത്. ഇതൊരു ഹിന്ദു ആചാരമാണ്, മാത്രമല്ല അനാവശ്യമായ ധൂർത്താണ് എന്ന് പറഞ്ഞ് ഔറംഗസീബ് അതും വേണ്ടെന്ന് വെച്ചു. പകരം ആ പണം നേരിട്ട് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ അദ്ദേഹം ഉത്തരവിട്ടു. ചരിത്രകാരന്മാർ ഇതിനെ പല രീതിയിൽ കാണുന്നുണ്ട്. ചിലർ പറയുന്നു ഇത് അദ്ദേഹത്തിന്റെ മതപരമായ ഭ്രാന്താണെന്ന്. മറ്റു ചിലർ പറയുന്നു തുടർച്ചയായ യുദ്ധങ്ങൾ കാരണം ഖജനാവ് കാലിയാകാതിരിക്കാനുള്ള സാമ്പത്തിക തന്ത്രമായിരുന്നു ഇതെന്ന്. സത്യമൊരുപക്ഷേ രണ്ടിൻ്റെയും ഇടയിലാകാം. പക്ഷേ ജനങ്ങളെ ഏറ്റവും കൂടുതൽ ബാധിച്ചത് മുഹ്തസിബ് എന്ന ഉദ്യോഗസ്ഥരുടെ നിയമനമാണ്. ഇവരെ നമുക്ക് ഇന്നത്തെ കാലത്തെ സദാചാര പോലീസുകാരെന്ന് വിളിക്കാം. രാജ്യത്തെ ഓരോ തെരുവിലും ഓരോ കവലയിലും ഇവർ റോന്തു ചുറ്റാൻ തുടങ്ങി. ആളുകൾ മദ്യപിക്കുന്നുണ്ടോ, ചൂതാട്ടത്തിലേർപ്പെടുന്നുണ്ടോ, ഒളിച്ചും പാത്തും ലഹരി ഉപയോഗിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുകയായിരുന്നു ഇവരുടെ ജോലി. ആഗ്രയിലെയും ഡൽഹിയിലെയും വൈകുന്നേരങ്ങൾ വല്ലാതെ മാറിപ്പോയി. പണ്ട് വൈകുന്നേരങ്ങളിൽ കള്ളുഷാപ്പുകളിലും വിനോദ കേന്ദ്രങ്ങളിലും നിറഞ്ഞു നിന്നിരുന്ന ചിരികളും ബഹളങ്ങളും മാഞ്ഞുപോയി. ഭയം ഓരോ വീടിൻ്റെയും വാതിലിൽ മുട്ടിവിളിക്കാൻ തുടങ്ങി. കൊട്ടാരത്തിലെ പഴയ ഉദ്യോഗസ്ഥർക്കും പ്രഭുക്കന്മാർക്കും ഇത് വലിയൊരു ഷോക്കായിരുന്നു. അവർക്ക് സുഖലോലുപരായ ചക്രവർത്തിമാരെയായിരുന്നു ശീലം. മുഖസ്തുതി പറഞ്ഞാൽ സമ്മാനങ്ങൾ വാരിക്കോരി നൽകുന്ന രാജാക്കന്മാരെ അവർക്കറിയാമായിരുന്നു. എന്നാൽ ഔറംഗസീബിൻ്റെ അടുത്ത് മുഖസ്തുതി ചിലവാകില്ലായിരുന്നു. ആരെങ്കിലും അദ്ദേഹത്തെ പുകഴ്ത്തി കവിത ചൊല്ലിയാൽ അദ്ദേഹം മുഖം തിരിക്കും. സമ്മാനങ്ങൾക്ക് പകരം ഉപദേശങ്ങളാണ് അവർക്ക് തിരിച്ചു കിട്ടിയിരുന്നത്. അതുകൊണ്ട് തന്നെ ആത്മാർത്ഥതയില്ലാത്ത വെറും പണത്തിനു വേണ്ടി നിന്നിരുന്ന പലരും കൊട്ടാരം വിട്ടുപോയി. പകരം കണിശക്കാരായ നിയമം മാത്രം നോക്കുന്ന ഉദ്യോഗസ്ഥർ ഭരണകൂടത്തിന്റെ ഭാഗമായി. ഔറംഗസീബ് തന്റെ സമയം കൃത്യമായി വീതിച്ചു നൽകി. ഉറക്കം വളരെ കുറവ്, പുലർച്ചെ എഴുന്നേറ്റ് പ്രാർത്ഥന, പിന്നെ ഭരണകാര്യങ്ങൾ, അതിനിടയിൽ തൊപ്പിത്തുന്നൽ, വീണ്ടും ഫയലുകൾ നോക്കൽ. അദ്ദേഹത്തിന്റെ ഭക്ഷണമേശയിൽ പോലും മാറ്റങ്ങൾ വന്നു. രാജകീയ വിരുന്നുകളിലെ വിഭവങ്ങളുടെ എണ്ണം കുറച്ചു. സുഗന്ധ വ്യഞ്ജനങ്ങളുടെ ഉപയോഗം കുറച്ചു. ഒരു സന്യാസിയെപ്പോലെ ജീവിക്കുന്ന ചക്രവർത്തി. പക്ഷേ ഈ സന്യാസിക്ക് കരുണ കുറവായിരുന്നു. നിയമം ലംഘിക്കുന്നവർക്ക് കടുത്ത ശിക്ഷകൾ ലഭിച്ചു. ഒരു രസകരമായ കാര്യമെന്തെന്നാൽ ഔറംഗസീബ് ഇത്രയൊക്കെ ലളിതമായി ജീവിച്ചിട്ടും അദ്ദേഹത്തിന്റെ പ്രൗഢിക്കൊരു കുറവും വന്നില്ല എന്നതാണ്. വിദേശ സഞ്ചാരികൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് വെള്ള വസ്ത്രം ധരിച്ചു നിൽക്കുന്ന ഔറംഗസീബിന്റെ കണ്ണുകളിൽ കണ്ട തിളക്കം വജ്രങ്ങൾ അണിഞ്ഞു നിന്ന ഷാജഹാനേക്കാൾ ഭയപ്പെടുത്തുന്നതായിരുന്നു എന്നാണ്. അധികാരം വസ്ത്രത്തിലല്ല, വ്യക്തിത്വത്തിലാണ് എന്ന് അദ്ദേഹം തെളിയിച്ചു. പക്ഷേ ഈ കാർക്കശ്യം വരാനിരിക്കുന്ന വലിയൊരു കൊടുങ്കാട്ടിന്റെ സൂചന മാത്രമായിരുന്നു. കൊട്ടാരത്തിലെ സംഗീതം നിലയ്ക്കാൻ പോകുന്നു എന്നതിൻ്റെ നിശബ്ദമായ മുന്നറിയിപ്പ്. നിങ്ങൾക്കറിയാമോ, ഒരു സാമ്രാജ്യത്തിൻ്റെ ഹൃദയമിടിപ്പ് നിലച്ചു എന്നെപ്പോഴാണ് പറയുക? അതവിടുത്തെ കലാകാരന്മാർ നിശബ്ദരാകുമ്പോഴാണ്. ഔറംഗസീബിൻ്റെ ഭരണത്തിലെ ഏറ്റവും വിചിത്രവും എന്നാൽ പ്രശസ്തവുമായ ഒരു സംഭവം നടക്കുന്നത് ഡൽഹിയിലെ തെരുവുകളിലാണ്. ഒരു വെള്ളിയാഴ്ച ദിവസം ജുമാ മസ്ജിദിലേക്കുള്ള വഴിയിൽ വലിയൊരു കൂട്ടം ആളുകൾ കൂടുന്നു. അവർ കരയുന്നുണ്ട്, നെഞ്ചത്തടിച്ച് നിലവിളിക്കുന്നുണ്ട്. എന്താണ് സംഭവിച്ചത്? ആരെങ്കിലും മരിച്ചോ? നോക്കുമ്പോൾ കാണുന്നത് ഒരു മൃതദേഹത്തിന് പകരം കുറേ സംഗീത ഉപകരണങ്ങളാണ്. വീണയും തമ്പുരുവും സാരംഗിയുമെല്ലാം ഒരു ശവമഞ്ചത്തിൽ വെച്ചിരിക്കുന്നു. ഇതൊരു പ്രതിഷേധമായിരുന്നു. ഔറംഗസീബ് സംഗീതം നിരോധിച്ചതിനെതിരെ ഡൽഹിയിലെ ഗായകരും സംഗീതജ്ഞരും നടത്തിയ ഒരു പ്രതീകാത്മകമായ ശവസംസ്കാരം. മുഗൾ കൊട്ടാരങ്ങളിൽ നൂറ്റാണ്ടുകളായി മുഴങ്ങിയിരുന്ന രാഗങ്ങൾ പെട്ടെന്ന് നിഷിദ്ധമായി പ്രഖ്യാപിക്കപ്പെട്ടു. സംഗീതം മനുഷ്യനെ ദൈവത്തിൽ നിന്നകറ്റും, അത് ലഹരി പോലെയാണ് എന്നായിരുന്നു ചക്രവർത്തിയുടെ വാദം.
കൊട്ടാരത്തിലെ ഗായകർക്ക് പെൻഷൻ നിർത്തി അവരെ പിരിച്ചുവിട്ടു. പട്ടിണിയിലായ ആ പാവം കലാകാരന്മാർ ചക്രവർത്തിയുടെ ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടിയാണ് ഈ നാടകം കളിച്ചത്. അവർ ആ ശവമഞ്ചവുമായി കൊട്ടാരത്തിൻ്റെ ജനലിന് താഴെ കൂടി നടന്നു. ഔറംഗസീബ് ജനലിലൂടെ പുറത്തേക്ക് നോക്കി. ആരാണ് മരിച്ചത്? എന്തിനാണ് ഇത്ര വലിയ വിലാപം? അദ്ദേഹം ചോദിച്ചു. താഴെ നിന്ന് ആരോ വിളിച്ചു പറഞ്ഞു, പ്രഭു, ഇത് സംഗീതമാണ്. അങ്ങയുടെ കൽപ്പനകൾ കാരണം സംഗീതം മരിച്ചു. ഞങ്ങളതിനെ കുഴിച്ചു മൂടാൻ പോകുകയാണ്. ഇത് കേട്ടാൽ ഏതൊരു ഭരണാധികാരിയും ഒന്ന് ഞെട്ടും, അല്ലെങ്കിൽ സഹതാപം കാണിക്കും, അല്ലേ? പക്ഷേ ഔറംഗസീബ് എന്താണ് പറഞ്ഞതെന്നറിയാമോ? ചുണ്ടിലൊരു ചെറിയ ചിരിയോടെ അദ്ദേഹം പറഞ്ഞു, നല്ല കാര്യം, കുഴിക്കുമ്പോൾ നല്ല ആഴത്തിൽ തന്നെ കുഴിച്ചു മൂടണം. ഇനി ഒരൊറ്റ സ്വരം പോലും അതിൽ നിന്ന് പുറത്തു വരരുത്. ആ നിമിഷം ആ കലാകാരന്മാർക്ക് മനസ്സിലായി, പഴയ കാലം ഇനി തിരിച്ചു വരില്ല എന്ന്. സംഗീതം മാത്രമല്ല, ചിത്രകലയും നൃത്തവുമെല്ലാം മെല്ലെ മെല്ലെ കൊട്ടാരത്തിൽ നിന്ന് പടിയിറങ്ങി. ഔറംഗസീബ് ചിത്രകലയെയും വെറുത്തിരുന്നു. ബിജാപൂരിലെയും ഗോൾക്കൊണ്ടയിലെയും കൊട്ടാരങ്ങൾ പിടിച്ചടക്കിയപ്പോൾ അവിടെയുണ്ടായിരുന്ന മനോഹരമായ ചുവർ ചിത്രങ്ങൾ നശിപ്പിക്കാനാണ് അദ്ദേഹം ആദ്യം ഉത്തരവിട്ടത്. ജീവനുള്ള ഒന്നിൻ്റെയും ചിത്രം വരയ്ക്കാൻ പാടില്ല എന്ന മതപരമായ കാഴ്ചപ്പാടായിരുന്നു ഇതിന് പിന്നിൽ. അങ്ങനെ നിറങ്ങളുടെയും ഈണങ്ങളുടെയും ലോകം ചാരനിറത്തിലേക്ക് മാറി. ഇത് കേവലം കലയുടെ മാത്രം പ്രശ്നമായിരുന്നില്ല. സാമ്രാജ്യത്തിൻ്റെ സാംസ്കാരികമായ ഒത്തൊരുമയെയാണ് ഇത് ബാധിച്ചത്. അക്ബറിൻ്റെ കാലം മുതൽ മുഗൾ കൊട്ടാരം ഹിന്ദുസ്ഥാനി സംഗീതത്തിൻ്റെയും പേർഷ്യൻ സംഗീതത്തിൻ്റെയും സംഗമഭൂമിയായിരുന്നു. താൻസനെ പോലുള്ളവർ പാടിയ സദസ്സുകൾ അതെല്ലാം ഒറ്റയടിക്കില്ലാതായി. ഉദ്യോഗസ്ഥർക്ക് പോലും പാട്ട് കേൾക്കാനോ നൃത്തം കാണാനോ അവകാശമില്ലാതായി. വീടുകളിൽ വിവാഹങ്ങൾക്ക് പോലും സംഗീതം ഉപയോഗിക്കുന്നത് പേടിച്ചായിരുന്നു. എവിടെയെങ്കിലും പാട്ട് കേട്ടാൽ മുഹ്തസിബുകൾ അഥവാ സദാചാര പോലീസ് ഓടിയെത്തി ഉപകരണങ്ങൾ തല്ലിപ്പൊളിക്കുമായിരുന്നു. എന്നാൽ ഇതൊക്കെ ചെറിയ കാര്യങ്ങളായിരുന്നുവെന്ന് തോന്നിപ്പിക്കുന്ന മറ്റൊരു മാറ്റം വരാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. കലയേക്കാളുപരി ജനങ്ങളുടെ വിശ്വാസത്തെയും കീശയെയും ബാധിക്കുന്ന ഒരു തീരുമാനം. 100 വർഷങ്ങൾക്ക് മുൻപ് അക്ബർ ചക്രവർത്തി എടുത്തുമാറ്റിയ, ജനങ്ങൾ മറന്നു തുടങ്ങിയിരുന്ന ഒരു പഴയ നികുതി ഔറംഗസീബ് തിരികെ കൊണ്ടുവന്നു. അതായിരുന്നു ജിസിയ. മുസ്ലിം അല്ലാത്ത പ്രജകൾ മുസ്ലിം ഭരണത്തിന് കീഴിൽ ജീവിക്കുമ്പോൾ നൽകേണ്ടി വരുന്ന സംരക്ഷണ നികുതി. 1679 ഔറംഗസീബ് ഈ നികുതി പുനഃസ്ഥാപിച്ചപ്പോൾ അത് ഇന്ത്യയിലുടനീളം വലിയൊരു ഞെട്ടലുണ്ടാക്കി. പാവപ്പെട്ട കർഷകർ മുതൽ വലിയ രജപുത്ര രാജാക്കന്മാർ വരെ ഇതിൽ പ്രതിഷേധിച്ചു. ഞങ്ങൾ ഈ മണ്ണിൻ്റെ മക്കളാണ്, ഞങ്ങൾ എന്തിന് സ്വന്തം നാട്ടിൽ ജീവിക്കാൻ നികുതി കൊടുക്കണം എന്ന ചോദ്യം എവിടെയും ഉയർന്നു. ഡൽഹിയിൽ ഇതിനെതിരെ നടന്ന പ്രതിഷേധം ചരിത്രത്തിലെ തന്നെ രക്തരൂക്ഷിതമായ ഒരു അധ്യായമാണ്. ഒരു വെള്ളിയാഴ്ച ഔറംഗസീബ് പള്ളിയിലേക്ക് പോകുന്ന വഴിയിൽ ആയിരക്കണക്കിന് ഹിന്ദുക്കൾ തടിച്ചുകൂടി. അവർക്ക് ആയുധങ്ങളില്ലായിരുന്നു. അവരുടെ കയ്യിൽ നിവേദനങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ചക്രവർത്തി കനിവ് കാണിക്കും, ഈ നികുതി പിൻവലിക്കും എന്നവർ വെറുതെ പ്രതീക്ഷിച്ചു. ആൾക്കൂട്ടം കാരണം ചക്രവർത്തിയുടെ ആനയ്ക്ക് മുന്നോട്ട് നീങ്ങാൻ കഴിയാത്ത അവസ്ഥയായി. ഇവിടെ ഔറംഗസീബ് തൻ്റെ ക്രൂരമായ മുഖം പുറത്തെടുത്തു. ആൾക്കൂട്ടത്തോട് പിരിഞ്ഞു പോകാൻ പറയാതെ ആനകളെ മുന്നോട്ട് നയിക്കാൻ അദ്ദേഹം പാപ്പാന്മാർക്ക് ഉത്തരവ് നൽകി. കൂറ്റൻ ആനകൾ ജനക്കൂട്ടത്തിനിടയിലേക്ക് ഇരച്ചു കയറി. നിലവിളികൾ ഉയർന്നു. 100 കണക്കിന് ആളുകൾ ആനകളുടെ കാലിനടിയിൽപ്പെട്ട് ചതഞ്ഞരഞ്ഞു. യമുനയുടെ തീരം ചോര കൊണ്ട് ചുവന്നു. ആ ദിവസം ഔറംഗസീബ് എന്ന ഭരണാധികാരിയും അദ്ദേഹത്തിൻ്റെ പ്രജകളും തമ്മിലുള്ള ബന്ധം എന്നേക്കുമായി മുറിഞ്ഞു. ജിസിയ നികുതി സാമ്പത്തികമായി ഖജനാവിന് വലിയ നേട്ടമുണ്ടാക്കി എന്നത് സത്യമാണ്. യുദ്ധങ്ങൾ നടത്താൻ പണം ആവശ്യമായിരുന്നു. പക്ഷേ അത് സാമ്രാജ്യത്തിന് വരുത്തിയ നഷ്ടം പണം കൊണ്ട് അളക്കാൻ കഴിയാത്തതായിരുന്നു. മുഗൾ സാമ്രാജ്യത്തിൻ്റെ നട്ടെല്ലായിരുന്ന രജപുത്രർ ഔറംഗസീബിൽ നിന്നാട്ടുന്നു. ശിവാജിയെപ്പോലുള്ള മറാഠ പോരാളികൾക്ക് ഇത് വലിയൊരു ആയുധമായി മാറി. നമ്മുടെ മതത്തെയും സംസ്കാരത്തെയും നശിപ്പിക്കുന്ന ഭരണകൂടത്തിനെതിരെ പോരാടൂ എന്ന് പറയാൻ അവർക്ക് അവസരം ലഭിച്ചു. ഔറംഗസീബിൻ്റെ ഈ നയങ്ങൾ അദ്ദേഹത്തെ ഒരു യാഥാർത്ഥികൻ അഥവാ ജീവിക്കുന്ന വിശുദ്ധൻ എന്ന് വിളിച്ചു ബഹുമാനിച്ചു. കാരണം അദ്ദേഹം ഇസ്ലാമിക നിയമങ്ങൾ അത്രയും കൃത്യമായി പാലിച്ചിരുന്നു. എന്നാൽ ഭൂരിഭാഗം വരുന്ന ജനങ്ങൾക്കും അദ്ദേഹം ഒരു അടിച്ചമർത്തലുകാരനായി മാറി. ക്ഷേത്രങ്ങൾ തകർക്കപ്പെട്ടു. പുതിയ ക്ഷേത്രങ്ങൾ പണിയുന്നത് നിരോധിക്കപ്പെട്ടു. വാരണാസിയിലെയും മധുരയിലെയും പ്രശസ്തമായ ക്ഷേത്രങ്ങൾ തകർത്തത് ഇന്നും ചരിത്രത്തിലെ വലിയ മുറിവുകളായി നിൽക്കുന്നു. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഔറംഗസീബ് ഇതൊക്കെ ചെയ്തത് വെറും മതഭ്രാന്ത് കൊണ്ടായിരുന്നു, അതോ രാഷ്ട്രീയമായ കാരണങ്ങളുണ്ടായിരുന്നോ? ചരിത്രകാരന്മാർക്കിടയിൽ ഇപ്പോഴും തർക്കമുണ്ട്.
വിമതർ ഒളിച്ചിരിക്കുന്നത് ക്ഷേത്രങ്ങളിലാണെന്നും അതിനാലാണ് ക്ഷേത്രങ്ങൾ ആക്രമിച്ചതെന്നും ചിലർ പറയുന്നു. പക്ഷേ കാരണം എന്തായാലും ഫലം ഒന്നായിരുന്നു. മുഗൾ സാമ്രാജ്യത്തിൻ്റെ അടിത്തറ ഇളകിത്തുടങ്ങി. വിശ്വസ്തരായ സുഹൃത്തുക്കൾ ശത്രുക്കളായി. അങ്ങനെ സംഗീതം നിലച്ച, നിയമങ്ങൾ കടുപ്പമേറിയ, ഭയം നിറഞ്ഞ ഒരു അന്തരീക്ഷത്തിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. പക്ഷേ ഈ ഇരുണ്ട കാലഘട്ടത്തിലും ഔറംഗസീബിനെ വെല്ലുവിളിക്കാൻ, അദ്ദേഹത്തിൻ്റെ ഉറക്കം കെടുത്താൻ ഒരാൾ വരുന്നുണ്ട്. ഡെക്കാനിൻ്റെ മലനിരകളിൽ നിന്ന് ഒരു കൊടുങ്കാറ്റ് പോലെ ഉയരം കുറഞ്ഞ എന്നാൽ ആത്മവിശ്വാസം വാനോളമുള്ള ഒരു പോരാളി. ആഗ്രയിലെ കൊട്ടാരത്തിൽ വന്ന് ചക്രവർത്തിയുടെ കണ്ണുകളിലേക്ക് നോക്കി സംസാരിച്ച ഏക വ്യക്തി. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ആ ഇതിഹാസ കൂടിക്കാഴ്ചയാണ്. മുഗൾ സാമ്രാജ്യത്തിൻ്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും നാടകീയമായൊരു ദിവസത്തിലേക്കാണ് നമ്മൾ നടന്നു കയറുന്നത്. വർഷം 1666 മെയ് 12. ആഗ്രയിലെ ദിവാൻ ഇ ആം നിറഞ്ഞു കവിയുകയാണ്. ചക്രവർത്തി ഔറംഗസീബിൻ്റെ 50ാം ജന്മദിനാഘോഷമാണ്. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും രാജാക്കന്മാരും പ്രഭുക്കന്മാരും സമ്മാനങ്ങളുമായി വന്നിട്ടുണ്ട്. സ്വർണവും പട്ടും സുഗന്ധദ്രവ്യങ്ങളും കൊണ്ട് അന്തരീക്ഷം വീർപ്പുമുട്ടുന്നു. എന്നാൽ ആ തിക്കും തിരക്കും നിറഞ്ഞ സദസ്സിൽ എല്ലാവരുടെയും കണ്ണുകൾ തേടുന്നത് ഒരാളെ മാത്രമാണ്. ഡെക്കാന്റെ മലനിരകളിൽ നിന്ന് വന്ന മുഗൾ സൈന്യത്തെ വട്ടം കറക്കിയ സാക്ഷാൽ ഛത്രപതി ശിവാജിയെ. ഔറംഗസീബ് ശിവാജിയെ വിളിക്കുന്നത് മൗണ്ടൻ റാറ്റ് എന്നാണ്. കാരണം പിടിതരാതെ കുന്നുകൾക്കിടയിലൂടെ ഓടി നടന്ന് ആക്രമിക്കുന്ന ശൈലി തന്നെ. എന്നാൽ അന്ന് ആഗ്രയിലെത്തിയത് എലിയല്ല, ഒരു കടുവ തന്നെയായിരുന്നു. ജയ്പൂർ രാജാവായ ജയ്സിംഗിന്റെ ഉറപ്പിന്മേലാണ് ശിവാജി ആഗ്രയിൽ വരാൻ സമ്മതിച്ചത്. മുഗൾ ചക്രവർത്തി താങ്കളെ ബഹുമാനത്തോടെ സ്വീകരിക്കും, ഡെക്കാനിലെ വൈസ്രോയി സ്ഥാനം നൽകിയേക്കാം എന്നൊക്കെയായിരുന്നു വാഗ്ദാനങ്ങൾ. പക്ഷേ കൊട്ടാരത്തിന്റെ പടി കയറിയ ശിവാജി കണ്ടത് മറ്റൊന്നാണ്. ഔറംഗസീബ് സിംഹാസനത്തിലിരിക്കുന്നു. ശിവാജി കടന്നു വരുമ്പോൾ അദ്ദേഹം ഒന്ന് നോക്കുക പോലും ചെയ്യുന്നില്ല. ഒരു ചിരിയില്ല, സ്വാഗതം പറയുന്നില്ല. പോരാത്തതിന് ശിവാജിയെ കൊണ്ടുപോയി നിർത്തുന്നത് 3ാം കിട പ്രഭുക്കന്മാർ നിൽക്കുന്ന വരിയിലാണ്. അതും ആരുടെ കൂടെയാണെന്നോ? ശിവാജി യുദ്ധത്തിൽ തോൽപ്പിച്ച, പുറംതിരിഞ്ഞോടിയ ജസ്വന്ത് സിംഗിന്റെ പിന്നിൽ. ഇത് ശിവാജിയെ സംബന്ധിച്ചിടത്തോളം സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. ഞാനൊരു സ്വതന്ത്ര രാജാവാണ്, നിങ്ങളുടെ ശമ്പളക്കാരനല്ല എന്നുറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് ആ തിങ്ങി നിറഞ്ഞ സദസ്സിൽ നിന്ന് അദ്ദേഹം ഇറങ്ങിപ്പോകുന്നു. മുഗൾ ചരിത്രത്തിൽ ആരും, അതായത് ആരും തന്നെ ചക്രവർത്തിയുടെ മുഖത്ത് നോക്കി ഇങ്ങനെ ചെയ്തിട്ടില്ല. സദസ്സ് മുഴുവൻ ഞെട്ടിത്തരിച്ചുപോയി. ഔറംഗസീബിന്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. അദ്ദേഹം അപ്പോൾ തന്നെ ഉത്തരവിട്ടു, ഇവനെ പിടിച്ച് ജയിലിലിടൂ. പക്ഷേ ജയ്സിംഗിന് കൊടുത്ത വാക്ക് കാരണം കൊല്ലാൻ കഴിയില്ല. അങ്ങനെ ശിവാജിയെയും മകൻ ശംഭാജിയെയും ആഗ്രയിലെ ജയ്പൂർ ഹൗസിൽ വീട്ടുതടങ്കലിലാക്കുന്നു. അവിടെയാണ് യഥാർത്ഥ കളി തുടങ്ങുന്നത്. ആഗ്രയിലെ കൊടുംചൂടിൽ ആയിരക്കണക്കിന് മുഗൾ പടയാളികൾ ആ വീടിനു ചുറ്റും കാവൽ നിൽക്കുന്നു. ആകാശത്തിലൂടെ പറക്കുന്ന കിളികൾക്ക് പോലും ശിവാജിയുടെ അനുവാദമില്ലാതെ അകത്തേക്ക് പോകാൻ കഴിയില്ലെന്ന് ഔറംഗസീബ് ഉറപ്പുവരുത്തി. ശിവാജിക്ക് മനസ്സിലായി, ഇത് വെറുമൊരു തടവല്ല, തന്നെ മെല്ലെ മെല്ലെ ഇല്ലാതാക്കാനുള്ള കെണിയാണെന്ന്. ഔറംഗസീബിന്റെ പദ്ധതി ലളിതമായിരുന്നു. ശിവാജിയെ അവിടെയിട്ട് മാനസികമായി തകർക്കുക, അല്ലെങ്കിൽ അപകടത്തിൽ മരിച്ചു എന്ന് വരുത്തി തീർക്കുക. പക്ഷേ ശിവാജി വിട്ടുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. അദ്ദേഹം ഒരു അഭിനയം തുടങ്ങി. കഠിനമായ വയറുവേദനയാണെന്ന് പറഞ്ഞ് അദ്ദേഹം കിടപ്പിലായി. വൈദ്യന്മാർ വരുന്നു, മരുന്ന് കൊടുക്കുന്നു. രോഗം മാറാൻ വേണ്ടി അദ്ദേഹം ആഗ്രയിലെ പാവങ്ങൾക്കും ക്ഷേത്രങ്ങളിലെ പൂജാരിമാർക്കും മധുരപലഹാരങ്ങളും പഴങ്ങളും കൊടുത്തു വിളമ്പാൻ തുടങ്ങി. എല്ലാ ദിവസവും വലിയ വലിയ കുട്ടകളിൽ മധുരപലഹാരങ്ങൾ വീടിന് പുറത്തേക്ക് പോകും. കാവൽക്കാർ ആദ്യം ഇതൊക്കെ കർശനമായി പരിശോധിച്ചിരുന്നു. കുട്ടയുടെ മൂടി തുറന്ന് കുന്തം കൊണ്ട് കുത്തി നോക്കി ആരും ഒളിച്ചിരിപ്പില്ലെന്ന് അവർ ഉറപ്പുവരുത്തി. ദിവസങ്ങൾ ആഴ്ചകളായി. എന്നും ഈ കുട്ടകൾ വരുന്നു, പോകുന്നു. കാവൽക്കാർക്ക് മടുത്തു. ഇതിലെന്താ ഉള്ളത്? ലഡുവും പഴവല്ലേ, പോട്ടെ എന്ന് പറഞ്ഞ് അവർ പരിശോധന നിർത്തി. ഇത് ശിവാജി കാത്തിരുന്ന അവസരമായിരുന്നു. 1666 ഓഗസ്റ്റ് 17. അന്ന് വൈകുന്നേരം പതിവിലും വലിയ 2 കുട്ടകൾ തയ്യാറാക്കി. ഒളിച്ചു കിടക്കാൻ ഇതിലും മികച്ച സമയം വേറെയില്ല. അന്ന് വൈകുന്നേരം ശിവാജി തന്റെ വിശ്വസ്തനായ അനുയായി ഹിരോജി ഫർസന്ദിനെ വിളിച്ച് തന്റെ കട്ടിലിൽ കിടത്തി തലവഴി പുതപ്പിട്ട് മൂടി. കയ്യിൽ ശിവാജിയുടെ രാജകീയ മോതിരമണിയിച്ചു. പുറത്തുനിന്ന് നോക്കുന്ന കാവൽക്കാർക്ക് തോന്നും ശിവാജി സുഖമില്ലാതെ കിടന്നുറങ്ങുകയാണെന്ന്. ഇതേസമയം മുറ്റത്ത് തയ്യാറാക്കി വെച്ചിരുന്ന വലിയ കുട്ടകളിലൊന്നിൽ ശിവാജിയും
മറ്റൊന്നിൽ മകൻ ശംഭാജിയും ചുരുണ്ടുകൂടിയിരുന്നു. മുകളിൽ നിറയെ മധുരപലഹാരങ്ങൾ വെച്ച് അത് മൂടി. കാവൽക്കാർ പതിവ് പോലെ കുട്ടകൾ ചുമക്കുന്നവരെ തടഞ്ഞു. എന്താ ഇതിൽ എന്ന് ചോദിച്ചപ്പോൾ അസുഖം മാറാൻ പൂജാരിമാർക്ക് കൊടുക്കാനുള്ള മധുരമാണ് എന്ന് ചുമട്ടുതൊഴിലാളികൾ മറുപടി പറഞ്ഞു. മടുത്തുപോയ കാവൽക്കാർ കൈവീശി കാണിച്ചു, പൊയ്ക്കോളൂ. അങ്ങനെ ഇന്ത്യ കണ്ട ഏറ്റവും തന്ത്രശാലിയായ ചക്രവർത്തിയുടെ മൂക്കിന് താഴെക്കൂടി 5000 പടയാളികളുടെ കാവലിനെ കബളിപ്പിച്ച് ശിവാജി ആഗ്രയിൽ നിന്ന് രക്ഷപ്പെട്ടു. പിറ്റേന്ന് ഉച്ചവരെ ഹിരോജി കട്ടിലിൽ കിടന്ന് അഭിനയിച്ചു. രാജാവ് ഉറങ്ങുകയാണ്, ശല്യപ്പെടുത്തരുത് എന്നു പറഞ്ഞ് അയാൾ സമയം നീട്ടിക്കൊണ്ടുപോയി. ശിവാജി ആഗ്രയുടെ അതിർത്തി കടന്നുവെന്നുറപ്പായപ്പോൾ ഹിരോജിയും തന്ത്രപൂർവം അവിടെ നിന്ന് മുങ്ങി. കുറേ നേരം കഴിഞ്ഞിട്ടും അനക്കമൊന്നും കാണാതായപ്പോൾ കാവൽക്കാർ അകത്ത് കയറി നോക്കി. പുതപ്പ് മാറ്റി നോക്കി അവർ ഞെട്ടിപ്പോയി. കട്ടിൽ കാലിയാണ്. വിവരം ഔറംഗസീബിന്റെ ചെവിയിലെത്തി. അദ്ദേഹം ദേഷ്യം കൊണ്ട് വിറച്ചു. അദ്ദേഹം തന്റെ തലയിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു, ദൈവമേ, ഞാൻ ഒരു നിമിഷം അശ്രദ്ധനായപ്പോൾ എന്റെ സാമ്രാജ്യത്തിന്റെ സമാധാനം എന്നേക്കുമായി പറന്നുപോയി. മുഗൾ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ ഏറ്റവും വലിയ പരാജയമായിരുന്നു അത്. ശിവാജിയെ പിടിക്കാൻ ഔറംഗസീബ് വടക്കേ ഇന്ത്യ മുഴുവൻ അരിച്ചുപെറുക്കി. സന്യാസിമാരുടെ വേഷത്തിലും യാചകരുടെ വേഷത്തിലും ശിവാജി നാടുചുറ്റി. ഒടുവിൽ സുരക്ഷിതനായി അദ്ദേഹം തന്റെ തട്ടകമായ റായ്ഗഡിൽ തിരിച്ചെത്തി. ശിവാജിയുടെ ഈ രക്ഷപ്പെടൽ മുഗൾ സാമ്രാജ്യത്തിനേൽപ്പിച്ച ആഘാതം ചെറുതല്ല. അത് ഔറംഗസീബിന്റെ അഭിമാനത്തിനേറ്റ വലിയൊരു മുറിവായിരുന്നു. അതുവരെ ആരും ജയിക്കാത്ത മുഗൾ ശക്തിക്ക് വിള്ളലുകൾ വീണു തുടങ്ങിയെന്ന് ജനങ്ങൾക്ക് തോന്നി. മാത്രമല്ല, തിരിച്ചെത്തിയ ശിവാജി പഴയതിലും ശക്തനായി. അദ്ദേഹം മുഗളന്മാർ പിടിച്ചെടുത്ത കോട്ടകളെല്ലാം ഒന്നിനു പുറകെ ഒന്നായി തിരിച്ചുപിടിക്കാൻ തുടങ്ങി. സിംഹഗഡ് കോട്ട പിടിച്ചെടുത്ത കഥയൊക്കെ നമുക്കറിയാവുന്നതാണല്ലോ. ഔറംഗസീബിന് മനസ്സിലായി, തന്റെ സൈന്യാധിപന്മാർക്ക് ശിവാജിയെ തോൽപ്പിക്കാൻ കഴിയില്ല എന്ന്. ആഗ്രയിലെ ആ അപമാനം ഔറംഗസീബിനെ വല്ലാതെ വേട്ടയാടി. ആ പർവ്വത എലിയെ, മൗണ്ടൻ റാറ്റിനെ ഞാൻ തന്നെ നേരിടും എന്ന് അദ്ദേഹം തീരുമാനിച്ചു. പക്ഷേ അതിനു മുമ്പ് വടക്ക് കിഴക്കൻ ഇന്ത്യയിൽ നിന്ന്, അതായത് ഇന്നത്തെ അസമിൽ നിന്ന് മറ്റൊരു ദുരന്തവാർത്ത അദ്ദേഹത്തെ തേടിയെത്തി. അവിടെ കാടുകളിലും പുഴകളിലും വെച്ച് മുഗൾ സൈന്യം നാണം കെട്ട തോൽവി ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. മറാഠ പോരാളികളെപ്പോലെ തന്നെ ആനകളെയും തോക്കുകളെയും തോൽപ്പിക്കുന്ന ഗറില്ല യുദ്ധമുറകളുമായി കാത്തിരിക്കുന്ന മറ്റൊരു ശത്രു, അഹോം രാജാക്കന്മാർ. ഇനി നമ്മൾ പോകുന്നത് കുന്നുകളും ചതുപ്പുകളും നിറഞ്ഞ അസമിലെ ബ്രഹ്മപുത്ര നദിയുടെ തീരത്തേക്കാണ്. അവിടെ ലാജിത് ബർഫുക്കൻ എന്ന ധീരനായ സൈന്യാധിപൻ ലോകം ജയിച്ച മുഗൾ പടയെ എങ്ങനെ വെള്ളം കുടിപ്പിച്ചു എന്ന് നമുക്ക് കാണാം. ശിവാജിയുടെ കയ്യിൽ നിന്ന് കിട്ടിയ ആ വലിയ ഞെട്ടലിനു ശേഷം ഔറംഗസീബിന്റെ ശ്രദ്ധ തിരിയുന്നത് ഇന്ത്യയുടെ മറ്റൊരു കോണിലേക്കാണ്. നമ്മൾ ഇതുവരെ കണ്ടത് വരണ്ട ഭൂമിയും കത്തുന്ന വെയിലുമാണെങ്കിൽ ഇനി പോകുന്നത് നനഞ്ഞ മണ്ണിലേക്കും സൂര്യപ്രകാശം പോലും കടക്കാത്ത കൊടും കാടുകളിലേക്കുമാണ്. അസം, ബ്രഹ്മപുത്ര നദി ഒഴുകുന്ന മലനിരകളാൽ ചുറ്റപ്പെട്ട അഹോം രാജ്യം. ഔറംഗസീബിനൊരു ധാരണയുണ്ടായിരുന്നു, തൻ്റെ വലിയ പീരങ്കികളും ലക്ഷക്കണക്കിന് വരുന്ന സൈന്യവുമുണ്ടെങ്കിൽ ലോകത്തെവിടെയും ജയിക്കാമെന്ന്. പക്ഷേ ആ ധാരണ തകർന്ന് തരിപ്പണമായത് ഈ വടക്കുകിഴക്കൻ കാടുകളിൽ വച്ചാണ്. ഔറംഗസീബിന്റെ വിശ്വസ്തനായ സേനാധിപൻ മിർ ജുംലയാണ് അസമിലേക്ക് പട നയിച്ചത്. തുടക്കത്തിൽ കാര്യങ്ങൾ എളുപ്പമായിരുന്നു. മുഗൾ സൈന്യം വരുന്നത് കണ്ട് അഹോം രാജാക്കന്മാർ തലസ്ഥാനമായ ഗഡ്ഗാവ് ഉപേക്ഷിച്ച് കാടുകളിലേക്ക് പിൻവാങ്ങി. ഓ, ഇത്രയുള്ളൂ കാര്യം എന്ന് മിർ ജുംല കരുതി. അദ്ദേഹം തലസ്ഥാനം പിടിച്ചടക്കി കൊട്ടാരത്തിലെ സ്വർണവും സമ്പത്തും കൊള്ളയടിച്ചു. ഔറംഗസീബിന് സന്ദേശമയച്ചു, പ്രഭോ, അസം നമ്മുടെ കയ്യിലായി. പക്ഷേ അവർക്കറിയില്ലായിരുന്നു, അഹോം സൈന്യം തോറ്റോടിയതല്ല, മറിച്ച് മുഗളന്മാരെ ഉള്ളിലേക്ക് വിളിച്ചു വരുത്തിയതായിരുന്നുവെന്ന്. ഒരെലിക്കെണിയിൽ എലി കയറുന്നതുപോലെ. യഥാർത്ഥ യുദ്ധം തുടങ്ങിയത് അഹോം പടയാളികളല്ല, മറിച്ച് പ്രകൃതിയാണ്. മൺസൂൺ മഴയെത്തിയതോടെ കഥ മാറി. ആകാശം കറുത്തിരുണ്ടു. നിറത്താട് പെയ്യുന്ന മഴ. ബ്രഹ്മപുത്ര നദി കരകവിഞ്ഞൊഴുകി. മുഗൾ സൈന്യം തമ്പടിച്ചിരുന്ന സ്ഥലങ്ങളെല്ലാം വെള്ളത്തിനടിയിലായി. കുതിരകൾക്ക് ഓടാൻ കഴിയില്ല. പീരങ്കികൾ ചെളിയിൽ പൂണ്ടുപോയി. ഏറ്റവും വലിയ തമാശ എന്താണെന്നോ, മുഗളന്മാരുടെ പ്രധാന ശക്തിയായ വെടിമരുന്ന് മുഴുവൻ നനഞ്ഞു കുതിർന്നുപോയി. തീപ്പൊരി പോലും വരാത്ത തോക്കുമായി നിൽക്കുന്ന മുഗൾ പടയാളിയെ ഒന്ന് ആലോചിച്ചു നോക്കൂ. ഇവിടെയാണ് അഹോം സൈന്യം അവരുടെ ഗറില്ല യുദ്ധമുറ പുറത്തെടുക്കുന്നത്. അവർക്ക് കാടിൻ്റെ ഓരോ മുക്കും മൂലയും അറിയാം. രാത്രിയുടെ മറവിൽ ചെറിയ വള്ളങ്ങളിൽ വരുന്ന അഹോം പോരാളികൾ മുഗൾ സൈന്യത്തെ മിന്നൽ വേഗത്തിൽ ആക്രമിച്ചു മറയുന്നു. മുഗൾ സൈന്യം നോക്കുമ്പോൾ ചുറ്റും ആരുമില്ല, പക്ഷേ അമ്പുകൾ മാത്രം ചീറിപ്പായുന്നു. ഔറംഗസീബിന്റെ സൈന്യത്തിന് ശത്രു എവിടെയാണെന്ന് പോലും കാണാൻ കഴിയാത്ത അവസ്ഥ.
പകൽ സമയത്ത് കൊതുകുകളും മട്ടകളും, രാത്രിയിൽ അദൃശ്യരായ ശത്രുക്കളും. മലേറിയയും വയറിളക്കവും മുഗൾ ക്യാമ്പിൽ പടർന്നു പിടിച്ചു. മരിച്ചു വീഴുന്ന പടയാളികളെ അടക്കാൻ പോലും ഉണങ്ങിയ മണ്ണില്ലാത്ത അവസ്ഥ. മിർജുംല പോലും രോഗബാധിതനായി. ഒടുവിൽ ഗതികെട്ട് പിടിച്ചെടുത്ത സ്ഥലങ്ങളെല്ലാം ഉപേക്ഷിച്ച് മുഗൾ സൈന്യം ജീവനും കൊണ്ട് തിരിച്ചുപോന്നു. ഔറംഗസീബിന് അത് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. എൻ്റെ സാമ്രാജ്യത്തിൻ്റെ അതിർത്തിയിൽ ഇങ്ങനെയൊരു തോൽവിയോ? അദ്ദേഹം അലറി. അങ്ങനെയാണ് ശിവാജിയെ ആഗ്രയിലേക്ക് ക്ഷണിച്ചു വരുത്തിയ അതേ ജയ്സിംഗിൻ്റെ മകൻ രാം സിംഗിനെ ഔറംഗസീബ് അസമിലേക്ക് അയക്കുന്നത്. ഇതൊരു ശിക്ഷാ നടപടി കൂടിയായിരുന്നു. കാരണം ആഗ്രയിൽ നിന്ന് ശിവാജി രക്ഷപ്പെട്ടതിന് രാം സിംഗിനും ഉത്തരവാദിത്തമുണ്ടെന്ന് ഔറംഗസീബ് വിശ്വസിച്ചിരുന്നു. പോയി അസം പിടിച്ചടക്കി നിന്റെ തെറ്റു തിരുത്തൂ എന്നായിരുന്നു കൽപ്പന. രാം സിംഗ് വരുന്നത് വലിയൊരു പടയുമായാണ്. രജപുത്ര വീര്യവും മുഗൾ പണവും ഒന്നിച്ചു വരുന്നു. എന്നാൽ അവരെ കാത്തവിടെ ഒരാൾ നിൽപ്പുണ്ടായിരുന്നു. അസമിലെ ജനങ്ങൾ ഇന്നും ദൈവത്തെപ്പോലെ ആരാധിക്കുന്ന വീരനായകൻ ലജിത് ബർഫുക്കൻ. ലജിത് വെറുമൊരു സൈന്യാധിപനായിരുന്നില്ല. അദ്ദേഹം ബുദ്ധിയും തന്ത്രവും ഒത്തിണങ്ങിയ ഒരു ജീനിയസ് ആയിരുന്നു. മുഗൾ സൈന്യം വരുന്നുണ്ടെന്നറിഞ്ഞപ്പോൾ അദ്ദേഹം ഭയന്നില്ല. പകരം അദ്ദേഹം തൻ്റെ സൈന്യത്തോട് പറഞ്ഞു, അവർക്ക് തോക്കുകളും കുതിരകളും ഉണ്ടാകാം, പക്ഷേ ഈ നദിയും കാറ്റും നമ്മുടെ കൂടെയാണ്. ബ്രഹ്മപുത്ര നദിയിലെ സാറായ് ഘട്ട് എന്ന സ്ഥലത്തുവെച്ച് മുഗളന്മാരെ തടയാൻ അദ്ദേഹം തീരുമാനിച്ചു. സാറായ് ഘട്ടിലെ യുദ്ധത്തിന് തൊട്ടുമുൻപ് നടന്ന ഒരു സംഭവം ലജിത്തിൻ്റെ സ്വഭാവം എന്താണെന്ന് നമുക്ക് കാണിച്ചു തരും. യുദ്ധത്തിന് തയ്യാറെടുക്കാൻ നദിക്കരയിൽ വലിയൊരു മൺതിട്ട നിർമ്മിക്കേണ്ടതുണ്ടായിരുന്നു. ശത്രുക്കൾ പെട്ടെന്ന് കയറി വരാതിരിക്കാനാണിത്. ഈ ചുമതല ലജിത്ത് ഏൽപ്പിച്ചത് സ്വന്തം അമ്മാവനെയാണ്. ഇത് നാളെ പുലരുന്നതിന് മുൻപ് തീർക്കണം എന്ന കർശന നിർദ്ദേശവും നൽകി. പക്ഷേ രാത്രി ലജിത്ത് പണി നടക്കുന്നത് പരിശോധിക്കാനെത്തിയപ്പോൾ കണ്ട കാഴ്ച അദ്ദേഹത്തെ ഞെട്ടിച്ചു. പണികൾ നടക്കുന്നില്ല, പടയാളികൾ വിശ്രമിക്കുന്നു, അമ്മാവൻ അലസനായിരിക്കുന്നു. സമയം വൈകുന്നുവെന്ന് കണ്ടപ്പോൾ ലജിത്തിൻ്റെ കണ്ണ് ചുമന്നു. സ്വന്തം അമ്മാവനാണെന്നൊന്നും അദ്ദേഹം നോക്കിയില്ല. അരയിൽ നിന്ന് വാളൂരി ഒറ്റവെട്ടിന് അമ്മാവൻ്റെ തല കൊയ്തു. എന്നിട്ട് മരവിച്ചു നിൽക്കുന്ന പടയാളികളോട് അദ്ദേഹം പറഞ്ഞു, എൻ്റെ അമ്മാവൻ എൻ്റെ രാജ്യത്തേക്കാൾ വലുതല്ല. ആ ഒരൊറ്റ സംഭവം സൈന്യത്തിലുണ്ടാക്കിയ ആവേശം ചെറുതല്ല. ഭയം കൊണ്ടും ബഹുമാനം കൊണ്ടും പടയാളികൾ ഉറക്കമൊഴിഞ്ഞ് പണി തുടങ്ങി. നേരം വെളുത്തപ്പോഴേക്കും ആ മൺതിട്ട അവിടെ ഉയർന്നു നിന്നു. ലജിത് ബർഫുക്കൻ്റെ നേതൃത്വത്തിൽ അഹോം സൈന്യം യുദ്ധത്തിന് തയ്യാറായി. 1671 സാറായ് ഘട്ട് യുദ്ധം ഇന്ത്യയുടെ ചരിത്രത്തിലെ തന്നെ അപൂർവമായ ഒന്നാണ്. കാരണം ഇതൊരു കരയുദ്ധമായിരുന്നില്ല, ബ്രഹ്മപുത്ര നദിയിൽ നടന്ന വമ്പൻ നാവിക യുദ്ധമായിരുന്നു അത്. മുഗളന്മാർക്ക് വലിയ കപ്പലുകളുണ്ട്, അതിൽ നിറയെ പീരങ്കികളുണ്ട്. എന്നാൽ ലജിത്തിൻ്റെ തന്ത്രം വേറെയായിരുന്നു. ചെറിയ വള്ളങ്ങളിൽ വേഗത്തിൽ നീങ്ങുന്ന അഹോം സൈന്യം വലിയ മുഗൾ കപ്പലുകളെ വളഞ്ഞു. വലിയ കപ്പലുകൾക്ക് നദിയിൽ പെട്ടെന്ന് തിരിയാൻ കഴിയില്ല. ചെറിയ വള്ളങ്ങളാകട്ടെ അങ്ങോട്ടും ഇങ്ങോട്ടും പാഞ്ഞു നടന്ന് ആക്രമണം നടത്തി. യുദ്ധം നടക്കുമ്പോൾ ലജിത്ത് കടുത്ത പനി ബാധിച്ച് കിടപ്പിലായിരുന്നു. എഴുന്നേൽക്കാൻ പോലും വയ്യാത്ത അവസ്ഥ. ഡോക്ടർമാർ അദ്ദേഹത്തോട് വിശ്രമിക്കാൻ പറഞ്ഞു. എന്നാൽ യുദ്ധത്തിൻ്റെ ഗതി മാറുന്നു എന്ന് കണ്ടപ്പോൾ ആ വീരൻ തൻ്റെ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റു. അദ്ദേഹം ഭടന്മാരോട് തന്നെ എടുത്ത് വള്ളത്തിൽ കിടത്താൻ പറഞ്ഞു. എൻ്റെ രാജ്യം അപകടത്തിൽ നിൽക്കുമ്പോൾ ഞാൻ വീട്ടിൽ കിടന്നുറങ്ങണോ എന്ന് ചോദിച്ച് അദ്ദേഹം യുദ്ധമുഖത്തേക്ക് കുതിച്ചു. രോഗിയായ തങ്ങളുടെ നായകൻ പട നയിക്കാനെത്തിയത് കണ്ടതോടെ അഹോം സൈന്യത്തിന് ആവേശം ഇരട്ടിയായി. അവർ മുഗൾ കപ്പലുകൾക്ക് മേൽ ചാടിക്കയറി. നദിയിലെ ഒഴുക്കും കാറ്റും അഹോം വള്ളങ്ങൾക്ക് അനുകൂലമായിരുന്നു. മുഗൾ സൈന്യാധിപൻ രാം സിംഗ് നോക്കി നിൽക്കെ അദ്ദേഹത്തിൻ്റെ പടയാളികൾ നദിയിൽ മുങ്ങിത്താഴുന്നു. ഔറംഗസീബിൻ്റെ അഹങ്കാരം ബ്രഹ്മപുത്രയിലെ വെള്ളത്തിൽ ഒലിച്ചുപോയി. തോൽവി സമ്മതിച്ച് രാം സിംഗ് പിൻവാങ്ങി. പോകുന്ന പോക്കിൽ അദ്ദേഹം എഴുതിയൊരു കത്തുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നു, ഈ സൈന്യത്തോട് യുദ്ധം ചെയ്യുക അസാധ്യമാണ്. ഇവിടത്തെ കാറ്റിലും വെള്ളത്തിലും വരെ മാന്ത്രിക വിദ്യയുണ്ട്. ഓരോ അഹോം പടയാളിയും ഒരു വഞ്ചി തുഴയുന്നതും അതേസമയം തന്നെ അമ്പെയ്യുന്നതും തോക്കുപയോഗിക്കുന്നതും ഞാൻ കണ്ടു. ഇങ്ങനെയൊരു ജനതയെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അങ്ങനെ വടക്ക് കിഴക്കൻ ഇന്ത്യ പിടിക്കാനുള്ള ഔറംഗസീബിൻ്റെ മോഹം എന്നേക്കുമായി അവസാനിച്ചു. സാമ്രാജ്യം വികസിപ്പിക്കാൻ നോക്കിയപ്പോഴെല്ലാം ഓരോ മൂലയിൽ നിന്നും ഓരോ തിരിച്ചടികൾ. വടക്ക് അഹോം, പടിഞ്ഞാറ് മറാഠകൾ. എന്നാൽ ഔറംഗസീബ് തോൽക്കാൻ തയ്യാറല്ലായിരുന്നു. അസമിലെ കാടുകളിൽ നിന്ന് തിരിച്ചടി കിട്ടിയപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണ് വീണ്ടും പതിഞ്ഞത് തെക്കേ ഇന്ത്യയിലേക്കാണ്, ഡെക്കാനിലേക്ക്. തൻ്റെ ജീവിതത്തിൻ്റെ ബാക്കി കാലം മുഴുവൻ അദ്ദേഹം ചെലവഴിക്കാൻ പോകുന്നത് ആ മണ്ണിലാണ്. ഒരു സാമ്രാജ്യം മുഴുവൻ ഒരു പെട്ടിയിലാക്കി ഡൽഹി വിട്ട് തെക്കോട്ട് നീങ്ങുന്ന ആ വമ്പൻ യാത്രയെക്കുറിച്ചാണ് നമ്മൾ അടുത്തതായി സംസാരിക്കാൻ പോകുന്നത്. വർഷം 1681.
ഡൽഹിയിലെ ചെങ്കോട്ടയുടെ വാതിലുകൾ സാവധാനം തുറക്കുന്നു. ഔറംഗസീബ് ചക്രവർത്തി തന്റെ വെള്ളക്കുതിരപ്പുറത്ത് പുറത്തേക്ക് വരുന്നു. അദ്ദേഹം തെക്കോട്ട് നോക്കി യാത്ര തിരിക്കുകയാണ്. കൂടെ അദ്ദേഹത്തിന്റെ മക്കളുണ്ട്, ഭാര്യമാരുണ്ട്, മന്ത്രിമാരുണ്ട്, കൂടാതെ ലക്ഷക്കണക്കിന് വരുന്ന സൈന്യവുമുണ്ട്. അന്ന് ഡൽഹി വിട്ടിറങ്ങുമ്പോൾ 63 വയസ്സുള്ള ഔറംഗസീബ് കരുതിയത് ഇതൊരു ചെറിയ യാത്രയാണെന്നാണ്. ഡെക്കാനിലെ വിമതരെ ഒന്ന് പാഠം പഠിപ്പിക്കുക, മറാഠകളെ ഒതുക്കുക, 1-2 വർഷത്തിനുള്ളിൽ തിരിച്ചുവരിക, അതായിരുന്നു പ്ലാൻ. പക്ഷേ ചരിത്രം കാത്തുവെച്ചത് മറ്റൊന്നായിരുന്നു. ആ യാത്ര കഴിഞ്ഞ് ഔറംഗസീബ് ഒരിക്കലും ഡൽഹിയിലേക്ക് തിരിച്ചു വന്നില്ല. അടുത്ത 26 വർഷം മരിക്കുന്നതുവരെ അദ്ദേഹം ജീവിച്ചത് ഡെക്കാനിലെ പൊടിപിടിച്ച കൂടാരങ്ങളിലാണ്. ഇതൊരു സാധാരണ സൈനിക നീക്കമായിരുന്നില്ല. ഒരു നഗരം തന്നെ എഴുന്നേറ്റ് നടക്കുന്നത് പോലെയുള്ള കാഴ്ചയായിരുന്നു അത്. ചരിത്രകാരന്മാർ ഇതിനെ വിളിക്കുന്നത് ലഷ്കർ എന്നാണ്. ഇതിൽ നിന്ന് ഉത്ഭവിച്ച വാക്കുകളാണ് പിൽക്കാലത്ത് ഉറുദു ഭാഷയിൽ പോലും കലർന്നത്. എന്തായിരുന്നു ഈ ലഷ്കർ എന്നറിയാമോ? ഏകദേശം 5 ലക്ഷത്തോളം ആളുകളടങ്ങിയ ഒരു കൂറ്റൻ സംഘം. അതിൽ പടയാളികൾ മാത്രമല്ല ഉണ്ടായിരുന്നത്. കച്ചവടക്കാർ, തുന്നൽക്കാർ, പാചകക്കാർ, ബാർബർമാർ, കൊട്ടാരത്തിലെ നർത്തകിമാർ, ഔദ്യോഗികമായി നിരോധിച്ചിരുന്നെങ്കിലും കൂടാതെ ഇവരുടെയെല്ലാം കുടുംബങ്ങളും. ഈ ജാഥ കടന്നുപോകുമ്പോൾ ഭൂമി കുലുങ്ങിയിരുന്നു എന്നാണ് പറയുന്നത്. 30 മൈലോളം നീളത്തിലായിരുന്നു ഈ മനുഷ്യക്കടൽ നീങ്ങിയിരുന്നത്. ആകാശത്ത് പൊടിപടലങ്ങൾ നിറഞ്ഞ് സൂര്യൻ പോലും മറഞ്ഞു പോകുമായിരുന്നു. വഴിയരികിലുള്ള ഗ്രാമങ്ങളിലെ ജനങ്ങൾ പേടിച്ച് ഓടിയൊളിച്ചു. കാരണം ഈ കൂടാര നഗരം കടന്നുപോകുമ്പോൾ ആ പ്രദേശത്തെ പുഴകളിലെ വെള്ളം വറ്റും, പാടങ്ങളിലെ വിളകൾ മുഴുവൻ തീരും. വെട്ടുകിളിക്കൂട്ടം പോലെ എല്ലാം തിന്നു തീർക്കുന്ന ഒരു രാക്ഷസ നഗരമായിരുന്നു അത്. ഈ യാത്രയിൽ ഏറ്റവും കൗതുകകരമായ കാര്യം ഇവർ ഓരോ ദിവസവും എങ്ങനെയാണ് തമ്പടിച്ചിരുന്നത് എന്നതാണ്. സന്ധ്യയാകുമ്പോൾ ഏതെങ്കിലും ഒരിടത്ത് ഈ ലക്ഷക്കണക്കിന് ആളുകൾ നിൽക്കും. പിന്നെ അവിടെ നടക്കുന്നതൊരു മാജിക്കാണ്. ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ അവിടെ ഒരു തികഞ്ഞ നഗരം ഉയർന്നുവരും. കൃത്യമായ പ്ലാനിങ്ങോടെയാണ് കൂടാരങ്ങൾ അടിക്കുന്നത്. നടുവിൽ ചക്രവർത്തിയുടെ കൂടാരം, അതിനു ചുറ്റും പ്രഭുക്കന്മാർ, പിന്നെ സൈന്യം, പിന്നെ കച്ചവടക്കാർ. ഓരോ തെരുവിനും പേരുണ്ടായിരുന്നു. അവിടെ അപ്പോൾ തന്നെ ചന്തകൾ തുറക്കും. ഡൽഹിയിലെ ചാന്ദിനി ചൗക്കിൽ കിട്ടുന്നതെന്തും ഈ താൽക്കാലിക നഗരത്തിലും കിട്ടുമായിരുന്നു. ചൂടുള്ള കബാബുകളും വസ്ത്രങ്ങളും ആഭരണങ്ങളുമെല്ലാം അവിടെ വിൽക്കപ്പെട്ടു. ഔറംഗസീബിന്റെ കൂടാരം ഒരത്ഭുതം തന്നെയായിരുന്നു. ഗുലാൽ ബാർ എന്നറിയപ്പെടുന്ന ചുവന്ന തുണികൊണ്ടുള്ള ഭിത്തികൾ കൊണ്ട് ചുറ്റപ്പെട്ട അതീവ സുരക്ഷയുള്ള പ്രദേശം. അതിനുള്ളിൽ അദ്ദേഹത്തിന് ഉറങ്ങാനുള്ള മുറി, പ്രാർത്ഥനാമുറി, മന്ത്രിമാരുമായി ചർച്ച നടത്താനുള്ള ഹാൾ എല്ലാം തുണികൊണ്ട് നിർമ്മിച്ചവ. പുറമേ ലളിതമെന്ന് തോന്നും, പക്ഷേ ഉള്ളിൽ കശ്മീരി പരവതാനികളും വെൽവെറ്റ് വിരികളും കൊണ്ട് അലങ്കരിച്ചിരുന്നു. എന്നാൽ ചക്രവർത്തിക്ക് മാത്രം സമാധാനമുണ്ടായിരുന്നില്ല. ഈ കൂറ്റൻ നഗരത്തെ നിയന്ത്രിക്കുക എന്നത് ചില്ലക പണിയല്ല. ഓരോ ദിവസവും കുടിവെള്ളം എവിടെ നിന്ന് കിട്ടും, കുതിരകൾക്കും ആനകൾക്കും പുല്ലെവിടെ നിന്ന് കിട്ടും എന്നതായിരുന്നു പ്രധാന തലവേദന. ഈ യാത്ര സാമ്പത്തികമായി മുഗൾ സാമ്രാജ്യത്തെ തകർത്തു തുടങ്ങിയിരുന്നു. വടക്കേ ഇന്ത്യയിലെ ഖജനാവിൽ നിന്ന് വരുന്ന പണം മുഴുവൻ ഈ കൂടാര നഗരത്തിൻ്റെ ചെലവിനായി ഒഴുകിപ്പോയി. ഒരു ദിവസം ഈ സൈന്യം കഴിച്ചു തീർക്കുന്നത് ടൺ കണക്കിന് ഗോതമ്പും അരിയുമായിരുന്നു. കൂടാതെ 10,000-കണക്കിന് ആനകളും ഒട്ടകങ്ങളും കുതിരകളും വേറെ. ഇവർ കടന്നുപോകുന്ന സ്ഥലങ്ങളിലെ കർഷകർ പട്ടിണിയിലായി. ചക്രവർത്തി വരുന്നുണ്ട് എന്ന് കേൾക്കുമ്പോൾ ജനങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദയവ് ചെയ്ത് ഞങ്ങളുടെ വഴിയെ വരല്ലേ എന്ന്. മാസങ്ങൾ നീണ്ട യാത്രയ്ക്കൊടുവിൽ ഈ കൂറ്റൻ സംഘം ഡെക്കാനിൽ, അതായത് ഇന്നത്തെ മഹാരാഷ്ട്ര, കർണാടക, ആന്ധ്രാപ്രദേശങ്ങൾ അടങ്ങുന്ന മേഖലയിൽ എത്തിച്ചേർന്നു. എന്നാൽ അവിടുത്തെ ഭൂപ്രകൃതി അവരെ സ്വാഗതം ചെയ്തത് പൂക്കൾ കൊണ്ടല്ല, മറിച്ച് പാറക്കല്ലുകൾ കൊണ്ടാണ്. വടക്കേ ഇന്ത്യയിലെ നിരപ്പായ സമതലങ്ങളിൽ യുദ്ധം ചെയ്ത് ശീലിച്ച മുഗൾ കുതിരപ്പടയ്ക്ക് ഡെക്കാനിലെ കുന്നുകളും മലയിടുക്കുകളും വലിയ വെല്ലുവിളിയായി. ഇവിടെയാണ് ഔറംഗസീബിൻ്റെ കണക്കുകൂട്ടലുകൾ പിഴച്ചു തുടങ്ങിയത്. ഡെക്കാനിലെ കാലാവസ്ഥ ക്രൂരമായിരുന്നു. പകൽ കൊടും ചൂട്, രാത്രി മരവിപ്പിക്കുന്ന തണുപ്പ്, വെള്ളം കിട്ടാൻ ബുദ്ധിമുട്ട്. കൂടാരങ്ങളിൽ പകർച്ചവ്യാധികൾ പടർന്നു പിടിച്ചു. കോളറയും പ്ലേഗും വന്ന് ആയിരക്കണക്കിന് പടയാളികൾ മരിച്ചു വീണു. മരിച്ചവരെ മറവു ചെയ്യാൻ പോലും സ്ഥലമില്ലാതെ കൂടാരങ്ങൾക്ക് പുറത്ത് മൃതദേഹങ്ങൾ കൂട്ടിയിട്ടു. ചീഞ്ഞഴുകുന്ന ഗന്ധം ആ ലഷ്കരിനെ എപ്പോഴും പിന്തുടർന്നു. പക്ഷേ ഔറംഗസീബ് കുലുങ്ങിയില്ല. ജയം നേടാതെ ഞാൻ തിരിച്ചു പോകില്ല എന്ന വാശിയിൽ അദ്ദേഹം അവിടെ തന്നെ ഉറച്ചുനിന്നു. ഈ കൂടാര നഗരം ഒരിടത്ത് സ്ഥിരമായി നിൽക്കില്ലായിരുന്നു. ശത്രുക്കൾ എവിടെയാണോ ഉള്ളത് അങ്ങോട്ടിഴഞ്ഞു നീങ്ങുന്നൊരു പെരുമ്പാമ്പ് പോലെ അത് നീങ്ങിക്കൊണ്ടിരുന്നു. ചിലപ്പോൾ മാസങ്ങളോളം ഒരേ സ്ഥലത്ത്. അപ്പോൾ അവിടെ ഇഷ്ടിക കൊണ്ട് ചെറിയ വീടുകൾ വരെ ഉയരും.
ആളുകളവിടെ പച്ചക്കറിത്തോട്ടങ്ങൾ ഉണ്ടാക്കും. പെട്ടെന്ന് ചക്രവർത്തിയുടെ ഉത്തരവ് വരും, നാളെ നമ്മൾ മാറുന്നു. അപ്പോൾ ആ കെട്ടിപ്പൊക്കിയതെല്ലാം തകർത്ത് വീണ്ടും കൂടാരങ്ങൾ മടക്കി പെട്ടികൾ കുതിരപ്പുറത്ത് കയറ്റി യാത്ര തുടങ്ങും. അവിടുത്തെ കുട്ടികൾ വളർന്നത് തന്നെ ഈ യാത്രക്കിടയിലാണ്. വീടെന്ന് പറഞ്ഞാൽ അവർക്ക് കൂടാരമായിരുന്നു. ശത്രുക്കളായ മറാഠകളാകട്ടെ ഈ കൂറ്റൻ നഗരത്തെ നേരിട്ട് ആക്രമിക്കാൻ മുതിർന്നില്ല. അവർക്കറിയാമായിരുന്നു ഇത്രയും വലിയൊരു സൈന്യത്തോട് നേർക്കുനേർ നിന്ന് ജയിക്കാൻ കഴിയില്ലെന്ന്. പകരം അവർ കാത്തിരുന്നു. മുഗൾ സൈന്യത്തിന് ഭക്ഷണം കൊണ്ടുവരുന്ന വണ്ടികളെ അവർ വഴിയിൽ വെച്ച് ആക്രമിച്ചു. കുതിരകൾക്കുള്ള പുല്ല് അവർ കത്തിച്ചു കളഞ്ഞു. ഭക്ഷണം കിട്ടാതെ അവർ ചത്തോളുമെന്നതായിരുന്നു മറാഠാ തന്ത്രം. ഔറംഗസീബിൻ്റെ സൈന്യം വിശപ്പ് കൊണ്ട് വലഞ്ഞു. സ്വർണ്ണ നാണയങ്ങൾ കൊടുത്താൽ പോലും ഒരു പിടി ഗോതമ്പ് കിട്ടാനില്ലാത്ത അവസ്ഥ. കൊട്ടാരത്തിലെ പ്രഭുക്കന്മാർക്ക് ഈ ജീവിതം മടുത്തു തുടങ്ങി. ആഗ്രയിലെ പൂന്തോട്ടങ്ങളും തണുപ്പുള്ള മുറികളും വിട്ട് ഈ പൊടിപിടിച്ച കൂടാരങ്ങളിൽ എപ്പോഴും യുദ്ധഭീതിയിൽ കഴിയാൻ അവർക്ക് വയ്യായിരുന്നു. അവർ ഔറംഗസീബിനോട് കെഞ്ചി, പ്രഭു, നമുക്ക് തിരിച്ചു പോകാം. ഈ തരിശുഭൂമിക്ക് വേണ്ടി നമ്മൾ എന്തിനാണ് ഇത്രയും കഷ്ടപ്പെടുന്നത്? പക്ഷേ ഔറംഗസീബ് അത് ചെവിക്കൊണ്ടില്ല. അദ്ദേഹത്തിന് പ്രായം കൂടി വരികയായിരുന്നു, പക്ഷെ വാശി കുറഞ്ഞില്ല. 80 വയസ്സ് കഴിഞ്ഞിട്ടും അദ്ദേഹം കുതിരപ്പുറത്തിരുന്ന് യുദ്ധം നയിച്ചു. വെള്ള താടിയും കുഴിഞ്ഞ കണ്ണുകളുമായി ഉറക്കമില്ലാതെ അദ്ദേഹം കൂടാരത്തിനുള്ളിലിരുന്ന് ഭൂപടങ്ങൾ പരിശോധിച്ചു. ഇവിടെ ഒരു വിരോധാഭാസമുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ സമ്പദ്വ്യവസ്ഥയുടെ ഉടമയായ ചക്രവർത്തി സ്വന്തം രാജ്യത്തിൻ്റെ നടുവിൽ ഒരു അഭയാർത്ഥിയെപ്പോലെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നു. കൂടെയുള്ളവർ ഓരോരുത്തരായി മരിക്കുന്നു, അല്ലെങ്കിൽ ഒളിച്ചോടുന്നു. പക്ഷെ അദ്ദേഹം മാത്രം ഒരു നിഴൽ പോലെ ഡെക്കാൻ്റെ മണ്ണിൽ തൻ്റെ വിധി തേടി നടന്നു. ഇനി വരാൻ പോകുന്നത് യഥാർത്ഥ പോരാട്ടമാണ്. ഈ നീണ്ട യാത്ര അവസാനിക്കുന്നത് 2 വമ്പൻ കോട്ടകളുടെ മുന്നിലാണ്. നൂറ്റാണ്ടുകളായി ആർക്കും കീഴടങ്ങാത്ത ബീജാപൂരും ഗോൾക്കൊണ്ടയും. ഔറംഗസീബ് തൻ്റെ സർവ്വസന്നാഹങ്ങളുമായി ആ കോട്ടവാതിലുകളിൽ മുട്ടാൻ പോവുകയാണ്. തുടർന്ന് നമ്മൾ കാണാൻ പോകുന്നത് വർഷങ്ങൾ നീണ്ടുനിന്ന ആ ഉപരോധങ്ങളുടെയും അതിലൊഴുക്കിയ ചോരയുടെയും കഥയാണ്. ഡെക്കാനിലെ കത്തുന്ന വെയിലിലൂടെ നമ്മുടെ യാത്ര തുടരുകയാണ്. ഔറംഗസീബിൻ്റെ കണ്ണികൾ ഇപ്പോൾ പതിഞ്ഞിരിക്കുന്നത് 2 കൂറ്റൻ സാമ്രാജ്യങ്ങളിലേക്കാണ്. ഒന്ന് ബീജാപൂരിലെ ആദിൽ ഷാഹി രാജവംശം, 2 ഗോൽക്കൊണ്ടയിലെ കുതബ് ഷാഹി രാജവംശം. ഇവ രണ്ടും വെറും അയൽ രാജ്യങ്ങളല്ല, മറിച്ച് മുഗൾ സാമ്രാജ്യത്തിൻ്റെ പകുതിയോളം വലിപ്പമുള്ള വമ്പൻ മതിലുകൾക്കുള്ളിൽ സുരക്ഷിതമായ കോട്ടകളാണ്. ഔറംഗസീബിനെ സംബന്ധിച്ചിടത്തോളം ഈ 2 രാജ്യങ്ങളും കണ്ണിലെ കരടാണ്. ഒന്ന്, അവർ ഷിയ മുസ്ലിങ്ങളാണ്. ഔറംഗസീബ് സുന്നിയാണ്. 2, അവർ മറാഠകളെ രഹസ്യമായി സഹായിക്കുന്നുണ്ട്. ആദ്യം നമ്മൾ പോകുന്നത് ബീജാപൂരിലേക്കാണ്. 1685-ൽ ഔറംഗസീബ് ബീജാപൂർ കോട്ട വളയുന്നു. ഇതൊരു സാധാരണ കോട്ടയായിരുന്നില്ല. ഇന്ത്യയിലെ ഏറ്റവും ശക്തമായ കോട്ട എന്നായിരുന്നു ഇതിൻ്റെ വിളിപ്പേര്. ഇതിൻ്റെ മതിലുകൾക്ക് അത്രയും കനമുണ്ടായിരുന്നു. ആ മതിലുകൾക്ക് മുകളിൽ ഒരു രാക്ഷസൻ ഇരിപ്പുണ്ടായിരുന്നു. മാലിക് ഇ മൈദാൻ അഥവാ സമതലങ്ങളുടെ പ്രഭു എന്നു പേരുള്ള ലോകത്തിലെ ഏറ്റവും വലിയ പീരങ്കി. ഒന്ന് ആലോചിച്ചു നോക്കൂ, 55 ടൺ ഭാരമുള്ള ഒരു മനുഷ്യന് ഉള്ളിൽ സുഖമായി കയറിയിരിക്കാൻ വലിപ്പമുള്ള വായ്വട്ടമുള്ള ഒരു ഭീകരൻ. അത് തീ തുപ്പിയാൽ കിലോമീറ്ററുകൾ അകലെയുള്ള മുഗൾ കൂടാരങ്ങൾ വരെ വിറയ്ക്കുമായിരുന്നു. മുഗൾ സൈന്യം 18 മാസത്തോളം, അതായത് 1.5 വർഷം ഈ കോട്ടയ്ക്ക് പുറത്ത് കാത്തിരുന്നു. ഉപരോധം എന്ന് പറഞ്ഞാൽ വെറുതെ ഇരിക്കലല്ല. പുറത്തുനിന്ന് ഒരു തരി ഭക്ഷണം പോലും കോട്ടയ്ക്കകത്തേക്ക് പോകാതെ നോക്കണം. അകത്തുള്ളവർ പട്ടിണി കിടന്ന് മരിക്കണം, അതാണ് തന്ത്രം. പക്ഷെ ബീജാപൂരുകാർ വിട്ടുകൊടുത്തില്ല. ഔറംഗസീബിൻ്റെ സൈന്യത്തിന് വെള്ളം കിട്ടാതായി, കുതിരകൾ ചത്തുവീണു. എന്നാൽ ചക്രവർത്തിക്ക് കുലുക്കമില്ല. ആ മതിൽ പൊളിഞ്ഞിട്ടേ ഞാൻ പോകൂ എന്ന് അദ്ദേഹം വാശി പിടിച്ചു. ഒടുവിൽ 1686-ൽ പട്ടിണി സഹിക്കാൻ വയ്യാതെ ബീജാപൂർ സുൽത്താൻ സിക്കന്ദർ ആദിൽ ഷാ കീഴടങ്ങുന്നു. സിക്കന്ദർ വെറുമൊരു കൊച്ചു പയ്യനായിരുന്നു. മുഗൾ ചരിത്രത്തിലെ ഏറ്റവും സങ്കടകരമായ കാഴ്ചകളിലൊന്നായിരുന്നു അത്. വെള്ളിച്ചങ്ങലകൾ അണിയിച്ച് ആ യുവരാജാവിനെ ഔറംഗസീബിൻ്റെ മുന്നിൽ ഹാജരാക്കി. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു സാമ്രാജ്യം അവിടെ അവസാനിച്ചു. ഔറംഗസീബ് ആ മാലിക് ഇ മൈദാൻ പീരങ്കിയുടെ മുകളിൽ കയറി നിന്ന് വിജയം പ്രഖ്യാപിച്ചു. പക്ഷേ ഇത് വെറും തുടക്കം മാത്രമായിരുന്നു. യഥാർത്ഥ നിധി കാത്തിരിക്കുന്നത് കുറച്ചുകൂടി കിഴക്കോട്ട് മാറിയാണ്, ഗോൽക്കൊണ്ട. ഇന്നത്തെ ഹൈദരാബാദിനടുത്തുള്ള ഗോൽക്കൊണ്ട കോട്ട ലോകപ്രശസ്തമായ കോഹിനൂർ വജ്രം ഉൾപ്പെടെയുള്ള അമൂല്യ രത്നങ്ങൾ സൂക്ഷിച്ചിരുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ പണപ്പെട്ടി. അവിടുത്തെ ഭരണാധികാരി അബുൽ ഹസൻ കുത്തബ് ഷായായിരുന്നു.
ഔറംഗസീബ് ഇദ്ദേഹത്തെ പരിഹാസത്തോടെ വിളിച്ചിരുന്നത് താനാ ഷാ എന്നാണ്. പാട്ടും നൃത്തവും ആസ്വദിച്ച് സുഖലോലുപനായി ജീവിക്കുന്ന രാജാവ്. ഔറംഗസീബിന് ഇദ്ദേഹത്തെ പുച്ഛമായിരുന്നു. 1687 ജാനുവരിയിൽ ഔറംഗസീബ് ഗോൽക്കൊണ്ടയിലെത്തുന്നു. ഇവിടെ നടന്നത് ഇന്ത്യയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും കടുപ്പമേറിയ ഉപരോധമായിരുന്നു. 8 മാസത്തോളം മുഗൾ സൈന്യം തലകുത്തി നിന്നിട്ടും കോട്ടയുടെ ഒരു കല്ലുപോലും ഇളക്കാൻ കഴിഞ്ഞില്ല. ഗോൽക്കൊണ്ടയുടെ മതിലുകൾ അത്രയ്ക്കും ഉയരമുള്ളതും ശക്തവുമായിരുന്നു. മുഗൾ പീരങ്കികൾ എയ്യുന്ന ഉണ്ടകൾ മതിലിൽ തട്ടി തിരിച്ചു വരുന്നു. പോരാത്തതിന് താനാഷായുടെ സൈന്യം കോട്ടയ്ക്ക് മുകളിൽ നിന്ന് മുഗളന്മാർക്ക് നേരെ കല്ലുകളും തിളച്ച എണ്ണയും ഒഴിച്ചുകൊണ്ടിരുന്നു. കാര്യങ്ങൾ കൈവിട്ടുപോയി. മഴക്കാലം തുടങ്ങിയതോടെ മുഗൾ ക്യാമ്പിൽ പട്ടിണിയും രോഗവും പടർന്നു. പുഴകൾ കരകവിഞ്ഞൊഴുകി. പടയാളികൾ ഔറംഗസീബിനോട് കരഞ്ഞു, പ്രഭു, നമുക്ക് തിരിച്ചു പോകാം, ഈ കോട്ട നമുക്ക് കിട്ടില്ല. പക്ഷേ 89 വയസ്സുള്ള ആ വൃദ്ധനായ ചക്രവർത്തി മഴയത്ത് ഒരു പായ് വിരിച്ച് കോട്ടയ്ക്ക് അഭിമുഖമായിരുന്ന് പ്രാർത്ഥിച്ചു. അദ്ദേഹത്തിൻ്റെ നിശ്ചയദാർഢ്യം കണ്ട് പടയാളികൾക്ക് പോലും പേടിയായി. ഔറംഗസീബിനു മനസ്സിലായി, യുദ്ധം ചെയ്താൽ ഈ കോട്ട കിട്ടില്ല എന്ന്. അപ്പോൾ അദ്ദേഹം തൻ്റെ ഏറ്റവും പഴയ ആയുധം പുറത്തെടുത്തു, കൈക്കൂലി. കോട്ടയുടെ വലിയ വാതിലുകൾ കാവൽ നിൽക്കുന്ന ഒരാളുണ്ടായിരുന്നു, അബ്ദുള്ള പാനി. ഔറംഗസീബ് അയാൾക്ക് രഹസ്യമായി സന്ദേശമയച്ചു, ഈ വാതിലൊന്ന് തുറന്നു തന്നാൽ നിന്റെ തലമുറയ്ക്ക് മുഴുവൻ ജീവിക്കാനുള്ള സ്വർണം ഞാൻ തരാം. കൂറ്, അഭിമാനം എന്നൊക്കെ പറയുന്നത് പണത്തിനു മുന്നിൽ വെറും വാക്കുകൾ മാത്രമാണല്ലോ. അബ്ദുള്ള പാനി ആ വാഗ്ദാനത്തിൽ വീണു. 1687 സെപ്റ്റംബർ 21 രാത്രി എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോൾ ഗോൽക്കൊണ്ടയുടെ കൂട്ടൻ ഇരുമ്പ് വാതിലുകൾ ശബ്ദമില്ലാതെ തുറക്കപ്പെട്ടു. പിന്നെ നടന്നത് കൂട്ടക്കൊലയാണ്. ഇരുട്ടത്ത് മുഗൾ സൈന്യം കോട്ടയ്ക്കുള്ളിലേക്ക് ഇരച്ചു കയറി. ഉറക്കത്തിലായിരുന്ന ഗോൽക്കൊണ്ടൻ പടയാളികൾക്ക് ആയുധം എടുക്കാൻ പോലും സമയം കിട്ടിയില്ല. എന്നാൽ ഈ ബഹളങ്ങൾക്കിടയിലും അത്ഭുതപ്പെടുത്തിയ ഒരു കാഴ്ചയുണ്ട്. അതാണ് താനാഷായുടെ അന്ത്യം. മുഗൾ സൈന്യാധിപന്മാർ വാളുമായി രാജാവിൻ്റെ മുറിയിലേക്ക് ഓടിക്കയറി. രാജാവ് പേടിച്ച് കട്ടിലിനടിയിൽ ഒളിച്ചിരിക്കുകയായിരിക്കുമെന്നാണ് അവർ കരുതിയത്. പക്ഷേ അവർ കണ്ടത് ശാന്തനായിരുന്നു പ്രാതൽ കഴിക്കുന്ന താനാഷായെയാണ്. മുറിയിൽ സംഗീതം കേൾക്കുന്നുണ്ടായിരുന്നു. വാളുമായി നിൽക്കുന്ന മുഗൾ സൈന്യാധിപനെ കണ്ടപ്പോൾ അദ്ദേഹം പുഞ്ചിരിച്ചു. വരൂ, ഇരിക്കൂ, നമുക്ക് ഒരുമിച്ച് പ്രാതൽ കഴിക്കാം എന്ന് അദ്ദേഹം പറഞ്ഞു. സൈന്യാധിപൻ അന്തം വിട്ടുപോയി. നിങ്ങളുടെ സാമ്രാജ്യം തീരുകയാണ്, നിങ്ങൾക്ക് പേടിയില്ലേ എന്നയാൾ ചോദിച്ചു. താനാഷാ മറുപടി പറഞ്ഞു, അധികാരം തന്നത് ദൈവമാണ്, അത് തിരിച്ചെടുക്കുന്നതും ദൈവമാണ്. അതിൽ ഞാൻ എന്തിനു സങ്കടപ്പെടണം? എനിക്ക് എൻ്റെ പ്രാതൽ പൂർത്തിയാക്കണം. അദ്ദേഹം ശാന്തനായി ഭക്ഷണം കഴിച്ചു തീർത്തു. പിന്നെ തൻ്റെ കഴുത്തിലെ രത്നമാല ഊരി സൈന്യാധിപന് സമ്മാനമായി നൽകി. എന്നിട്ട് സമാധാനത്തോടെ തടവറയിലേക്ക് നടന്നു. ഔറംഗസീബിന്റെ കാർക്കശ്യത്തിനു മുന്നിൽ താനാഷായുടെ ഈ ശാന്തത ഒരു വലിയ ചോദ്യചിഹ്നമായി നിന്നു. ആരാണ് യഥാർത്ഥത്തിൽ ജയിച്ചത്? എല്ലാ സമാധാനവും കളഞ്ഞ് യുദ്ധം ചെയ്ത ഔറംഗസീബോ, അതോ എല്ലാം നഷ്ടപ്പെട്ടിട്ടും പുഞ്ചിരിച്ച താനാഷായോ? ഗോൽക്കൊണ്ട വീണതോടെ ഔറംഗസീബ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സമ്പന്നനായി മാറി. കോട്ടയിലെ നിലവറകളിൽ നിന്ന് കിട്ടിയ സ്വർണവും വജ്രവും അളക്കാൻ ദിവസങ്ങളെടുത്തു. കോഹിനൂർ വജ്രം ഔറംഗസീബിന്റെ കയ്യിലായി. പക്ഷേ ഈ വിജയത്തിന് അദ്ദേഹം കൊടുത്ത വില വളരെ വലുതായിരുന്നു. ഈ 2 ഉപരോധങ്ങൾക്കിടയിൽ ലക്ഷക്കണക്കിന് മുഗൾ പടയാളികളാണ് മരിച്ചു വീണത്. ഖജനാവിലെ പണം മുഴുവൻ യുദ്ധത്തിന് ചെലവായി. ഏറ്റവും വലിയ തമാശ എന്താണെന്നോ? ബീജാപൂരും ഗോൽക്കൊണ്ടയും തകർത്തതോടെ ഔറംഗസീബ് സ്വന്തം കാലിൽ തന്നെയാണ് വെട്ടിയത്. അതുവരെ മറാഠകളെ നിയന്ത്രിച്ചിരുന്നത് ഈ 2 സുൽത്താൻമാരായിരുന്നു. അവർ പോയതോടെ മറാഠകൾക്ക് ഡെക്കാനിൽ അഴിഞ്ഞാടാൻ അവസരം കിട്ടി. ശത്രുവിന്റെ ശത്രുമിത്രം എന്ന പാഠം ഔറംഗസീബ് മറന്നുപോയി. കോട്ടകൾ കിട്ടി, പക്ഷേ പ്രദേശം മുഴുവൻ അരാജകത്വത്തിലായി. ഔറംഗസീബിന്റെ പ്രായം 90ലേക്ക് അടുക്കുകയാണ്. ശരീരം തളർന്നു തുടങ്ങി. പക്ഷേ മനസ്സിപ്പോഴും യുദ്ധകളത്തിൽ തന്നെ. ഇനിയും ജയിക്കാനുണ്ട് എന്ന് അദ്ദേഹം ഓരോ ദിവസവും പറയുന്നു. എന്നാൽ കൊട്ടാരത്തിനുള്ളിൽ നിന്ന് തന്നെ, സ്വന്തം ചോരയിൽ നിന്ന് തന്നെ പുതിയൊരു വെല്ലുവിളി ഉയരാൻ പോകുന്നത് അദ്ദേഹം അറിയുന്നില്ല. സ്വന്തം മകൻ അക്ബർ. ഇത് അക്ബർ ചക്രവർത്തിയല്ല, ഔറംഗസീബിന്റെ മകൻ. പിതാവിനെതിരെ വാളെടുക്കാൻ പോകുന്നു. യുദ്ധം ചെയ്ത് തളർന്ന വൃദ്ധനായൊരു പിതാവിന് താങ്ങാവുന്നതിലും വലിയ ആഘാതമായിരുന്നു അത്. ചരിത്രം എപ്പോഴും ഒരു വട്ടം കറങ്ങി പഴയ സ്ഥലത്ത് തന്നെ തിരിച്ചെത്തുമെന്ന് പറയുന്നത് എത്ര സത്യമാണ്. ഓർമ്മയുണ്ടോ, പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഷാജഹാൻ എന്ന പിതാവിനെ തടവിലാക്കി അധികാരം പിടിച്ചെടുത്ത ഔറംഗസീബിനെ? ഇപ്പോൾ കാലം അദ്ദേഹത്തിന് അതേ നാണയത്തിൽ തന്നെ മറുപടി നൽകാൻ പോകുകയാണ്. ഔറംഗസീബിന്റെ 4ാമത്തെ മകൻ മുഹമ്മദ് അക്ബർ. ഇത് അക്ബർ ചക്രവർത്തിയല്ല, മറിച്ച് ഔറംഗസീബിന്റെ മകൻ.
പിതാവിനെതിരെ തിരിയുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. കർമ്മഫലമെന്ന് പഴയ ആളുകൾ പറയുന്നത് വെറുതെയല്ല. ഔറംഗസീബിന് ഏറ്റവും പ്രിയപ്പെട്ട മകനായിരുന്നു അക്ബർ. മിടുക്കൻ, ധീരൻ, കാണാൻ നല്ല സൗന്ദര്യമുള്ള യുവാവ്. പിതാവ് ഡെക്കാനിലേക്ക് പോയപ്പോൾ അക്ബറിനെ അയച്ചത് വടക്കോട്ട് രജപുത്രരെ ഒതുക്കാനായിരുന്നു. പക്ഷേ അവിടെ നടന്നത് മറ്റൊന്നാണ്. രജപുത്ര രാജാക്കന്മാർ, പ്രത്യേകിച്ച് മേവാറിലെയും മാർവാറിലെയും പോരാളികൾ അക്ബറിനെ ഒരു കാര്യം ബോധ്യപ്പെടുത്തി. നിന്റെ പിതാവിൻ്റെ നയങ്ങൾ ഈ സാമ്രാജ്യത്തെ നശിപ്പിക്കുകയാണ്. അദ്ദേഹം എല്ലാവരെയും വെറുപ്പിക്കുന്നു. നീ ഞങ്ങളുടെ കൂടെ നിൽക്കൂ, നമുക്ക് നിന്നെ പുതിയ ചക്രവർത്തിയാക്കാം. അധികാരത്തിൻ്റെ ലഹരി തലയ്ക്ക് പിടിച്ചാൽ പിന്നെ അച്ഛനെന്നോ മകനെന്നോ ഉള്ള ബന്ധത്തിന് വലിയ വിലയുണ്ടാകില്ലല്ലോ. അക്ബർ അത് സമ്മതിച്ചു. 1681 അക്ബർ ഔറംഗസീബിന് ഒരു കത്തെഴുതുന്നു. ചരിത്രത്തിലെ ഏറ്റവും ധിക്കാരം നിറഞ്ഞ കത്തുകളിലൊന്നാണത്. അതിൽ അക്ബർ ചോദിക്കുന്നു, അങ്ങയുടെ ഭരണം കാരണം ഉത്തരേന്ത്യ മുഴുവൻ ശത്രുക്കളായി. അങ്ങ് ഡെക്കാനിൽ പോയി കിടന്ന് മരിക്കാൻ പോവുകയാണ്. ആരാണ് ഇനി ഈ സാമ്രാജ്യം നോക്കുക? അങ്ങ് സ്വയം ഒരു വിശുദ്ധനെന്ന് വിളിക്കുന്നു, പക്ഷേ അങ്ങയുടെ കൈകളിൽ സഹോദരന്മാരുടെ രക്തമുണ്ട്. ഈ വരികൾ വായിക്കുമ്പോൾ ഔറംഗസീബിൻ്റെ നെഞ്ച് ഒന്ന് പിടഞ്ഞിട്ടുണ്ടാകണം. സ്വന്തം മകൻ, അതും താൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച മകൻ, തൻ്റെ ഭൂതകാലമെടുത്ത് മുഖത്തടിക്കുന്നു. അക്ബർ വെറുതെ കത്തെഴുതുക മാത്രമല്ല ചെയ്തത്. 70,000-ഓളം വരുന്ന വലിയൊരു സൈന്യവുമായി അദ്ദേഹം പിതാവിനെ ആക്രമിക്കാൻ ഡെക്കാനിലേക്ക് തിരിച്ചു. രജപുത്ര വീരന്മാർ അക്ബറിന് കാവലായി നിന്നു. ഔറംഗസീബ് അന്ന് ആകെ പെട്ടുപോയ അവസ്ഥയിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രധാന സൈന്യം ചിതറിക്കിടക്കുകയാണ്. കയ്യിൽ കുറച്ചു പടയാളികൾ മാത്രം. അക്ബർ വിചാരിച്ചാൽ ആ നിമിഷം ഔറംഗസീബിനെ തടവിലാക്കാമായിരുന്നു. പക്ഷേ ഔറംഗസീബ് ആരാണ്? തോൽക്കാൻ മനസ്സില്ലാത്ത തന്ത്രശാലി. വാളുകൊണ്ട് ജയിക്കാൻ കഴിയില്ലെന്നുറപ്പായപ്പോൾ അദ്ദേഹം തൻ്റെ പഴയ ആയുധമായ പേനയെടുത്തു. അദ്ദേഹം ഒരു കള്ളക്കത്തെഴുതി. ആ കത്ത് അക്ബറിന് എഴുതുന്ന രീതിയിലായിരുന്നു: പ്രിയപ്പെട്ട മകനെ അക്ബർ, നീ എത്ര മിടുക്കനാണ്. നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ തന്നെ നീ ആ രജപുത്രരെ വിശ്വസിപ്പിച്ച് എൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. ഇനി അവരെ നമുക്ക് വളഞ്ഞിട്ടാക്രമിക്കാം. നന്നായി ചെയ്തു. ഔറംഗസീബ് ഈ കത്ത് രജപുത്രരുടെ ക്യാമ്പിനടുത്തുള്ള വഴിയിൽ മനഃപൂർവ്വം ഇട്ടു. സ്വാഭാവികമായും ഈ കത്ത് രജപുത്രരുടെ കയ്യിൽ കിട്ടി. അത് വായിച്ചതും അവർ ഞെട്ടിപ്പോയി. അക്ബർ നമ്മളെ ചതിക്കുകയാണോ? അച്ഛനും മകനും കൂടി നമ്മളെ കൊടുക്കാൻ നടത്തിയ നാടകമാണോ ഇത് എന്നവർ സംശയിച്ചു. സത്യമെന്താണെന്ന് തിരക്കാൻ പോലും നിൽക്കാതെ രാത്രിക്ക് രാത്രി രജപുത്ര സൈന്യം അക്ബറിനെ ഉപേക്ഷിച്ച് സ്ഥലം വിട്ടു. പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റ അക്ബർ കാണുന്നത് ഒഴിഞ്ഞ കൂടാരങ്ങളാണ്. താൻ ഒറ്റയ്ക്കായി എന്ന് മനസ്സിലായ അക്ബർ ജീവനും കൊണ്ട് ഓടിപ്പോയി. ഔറംഗസീബിന്റെ ഒരൊറ്റ കത്തുകൊണ്ട് ഒരു വലിയ യുദ്ധം ഒഴിവായി. പക്ഷേ അതോടെ അച്ഛനും മകനും തമ്മിലുള്ള ബന്ധം എന്നേക്കുമായി അവസാനിച്ചു. അക്ബർ നേരെ ഓടിപ്പോയത് ശിവാജിയുടെ മകൻ ശംഭാജിയുടെ അടുത്തേക്കാണ്. ശംഭാജി അക്ബറിന് അഭയം നൽകി. ഇത് ഔറംഗസീബിനെ കൂടുതൽ പ്രകോപിതനാക്കി. സ്വന്തം മകൻ തൻ്റെ ഏറ്റവും വലിയ ശത്രുവിൻ്റെ കൂടെ. പക്ഷേ അധികകാലം പിടിച്ചു നിൽക്കാൻ അക്ബറിന് കഴിഞ്ഞില്ല. മുഗൾ സൈന്യം പിന്തുടർന്നപ്പോൾ അദ്ദേഹം പേർഷ്യയിലേക്ക്, ഇന്നത്തെ ഇറാനിലേക്ക് കപ്പൽ കയറി. പിന്നീട് ഒരിക്കലും അദ്ദേഹം ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നില്ല. അവിടെ കിടന്നാണ് അദ്ദേഹം മരിച്ചത്. ഔറംഗസീബിന്റെ മനസ്സ് തകർന്നടിഞ്ഞു. അധികാരത്തിനു വേണ്ടി താൻ എന്തൊക്കെ ചെയ്തുവോ അതെല്ലാം തിരിച്ചടിയായി വരുന്നു എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു തുടങ്ങി. മകൻ പോയെങ്കിലും സാമ്രാജ്യത്തിന്റെ അവസ്ഥ അതിനേക്കാൾ പരിതാപകരമായിരുന്നു. നമ്മൾ നേരത്തെ കണ്ട ആ കൂടാര നഗരം ഇപ്പോൾ പട്ടിണിയുടെ വക്കിലാണ്. ഔറംഗസീബ് ഡെക്കാൻ മുഴുവൻ പിടിച്ചടക്കിയെന്നത് സത്യമാണ്. പക്ഷെ അത് നിലനിർത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ഇതിനെയാണ് ചരിത്രകാരന്മാർ ജാഗിർദാരി പ്രതിസന്ധി എന്ന് വിളിക്കുന്നത്. ലളിതമായി പറഞ്ഞാൽ, വിളമ്പാൻ ആളേറെയുണ്ട്, പക്ഷെ പാത്രത്തിൽ ചോറില്ല എന്ന അവസ്ഥ. മുഗൾ ഉദ്യോഗസ്ഥരായ മൻസബ്ദാർമാർക്ക് ശമ്പളത്തിന് പകരം നൽകിയിരുന്നത് ഭൂമിയാണ്, ജാഗീർ. ആ ഭൂമിയിൽ നിന്ന് നികുതി പിരിച്ച് അവർ ജീവിക്കണം. പക്ഷേ ഡെക്കാനിൽ ഔറംഗസീബ് പിടിച്ചെടുത്ത ഭൂമി മുഴുവൻ തരിശായിരുന്നു, അല്ലെങ്കിൽ യുദ്ധം കാരണം നശിച്ചുപോയിരുന്നു. പോരാത്തതിന് അവിടെ കൃഷി ചെയ്യുന്ന കർഷകരെ മറാഠകൾ ആക്രമിക്കുന്നു. നികുതി പിരിക്കാൻ ചെല്ലുന്ന ഉദ്യോഗസ്ഥരെ മറാഠകൾ തല്ലിയോടിക്കുന്നു. ഫലമോ, ആയിരക്കണക്കിന് ഉദ്യോഗസ്ഥർക്ക് പേരിന് മാത്രം ഭൂമിയുണ്ട്, പക്ഷേ കയ്യിലൊരു രൂപ പോലും കിട്ടാനില്ല. ബേജാഗിരി അഥവാ ഭൂമിയില്ലാത്ത അവസ്ഥ എന്നൊരു പുതിയ വാക്ക് തന്നെ അക്കാലത്തുണ്ടായി. മറാഠകളുടെ യുദ്ധരീതിയും മാറി. ശിവാജിയുടെ കാലത്ത് അവർക്ക് കോട്ടകളുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഔറംഗസേബ് കോട്ടകളെല്ലാം പിടിച്ചെടുത്തതോടെ അവർക്ക് നഷ്ടപ്പെടാനൊന്നുമില്ലാതായി. അവർ വെട്ടുകിളിക്കൂട്ടത്തെ പോലെയായി. ലക്ഷക്കണക്കിന് കുതിരപ്പടയാളികൾ എവിടെ നിന്നെങ്കിലും വരുന്നു, മുഗൾ സൈന്യത്തെ ആക്രമിക്കുന്നു, കൊള്ളയടിക്കുന്നു,
മിന്നൽ പോലെ മാഞ്ഞു പോകുന്നു. അവരെ തോൽപ്പിക്കാൻ കഴിയില്ല, കാരണം അവർക്ക് നിൽക്കാനൊരിടമില്ല. ഔറംഗസേബ് ഒരു സ്ഥലത്ത് നിന്ന് മറാഠകളെ ഓടിക്കുമ്പോഴേക്കും അവർ വേറൊരു സ്ഥലത്ത് പൊങ്ങിവരും. ഇതൊരു തീരാത്ത തലവേദനയായി മാറി. ഡെക്കാൻ അൾസർ എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ഉണങ്ങാത്ത, പഴുത്തുകൊണ്ടിരിക്കുന്ന ഒരു മുറിവ്. ഖജനാവ് കാലിയായി. ഡൽഹിയിൽ നിന്ന് കൊണ്ടുവന്ന സ്വർണവും വെള്ളിയും തീർന്നു. പടയാളികൾക്ക് ശമ്പളം കൊടുക്കാൻ ഔറംഗസേബ് തൻ്റെ കൊട്ടാരത്തിലെ വെള്ളിപ്പാത്രങ്ങൾ വരെ ഉരുക്കി വിറ്റു എന്നാണ് കഥ. 3 വർഷമായി ശമ്പളം കിട്ടാത്ത പടയാളികൾ പട്ടിണി കിടന്ന് മരിക്കുന്നു. കുതിരകൾക്ക് പുല്ലില്ലാതെ എല്ലും തോലുമായി. പണ്ട് ലോകത്തെ വിറപ്പിച്ച മുഗൾ സൈന്യം ഇപ്പോൾ കീറിപ്പറിഞ്ഞ വസ്ത്രങ്ങൾ ധരിച്ച് വിശന്ന വയറുമായി അലയുന്ന ഒരു കൂട്ടം മാത്രമായി മാറി. ഈ സമയത്ത് ഔറംഗസേബിൻ്റെ അവസ്ഥയൊന്ന് ആലോചിച്ചു നോക്കൂ. 90 വയസ്സിലേക്കെടുക്കുന്നു. കൂടെയുണ്ടായിരുന്ന വിശ്വസ്തരായ മന്ത്രിമാരും സുഹൃത്തുക്കളുമെല്ലാം മരിച്ചുപോയി. മക്കൾ ഓരോരുത്തരായി ശത്രുക്കളായി. അദ്ദേഹം കൂടാരത്തിൽ തനിച്ചാണ്. രാത്രികളിൽ അദ്ദേഹം ഉറങ്ങില്ല. പകരം അദ്ദേഹം കത്തുകൾ എഴുതും. ദൈവത്തോടും അകന്നുപോയ മക്കളോടും അദ്ദേഹം സംസാരിക്കും. ഞാൻ തനിച്ചാണ് വന്നത്, തനിച്ചാണ് പോകുന്നത്. ഞാൻ ഈ ജനതയ്ക്ക് വേണ്ടി ഒന്നും ചെയ്തില്ലേ? ദൈവം എന്നോട് ക്ഷമിക്കുമോ എന്നൊക്കെയുള്ള കുറ്റബോധം നിറഞ്ഞ വരികൾ. ലോകത്തിലെ ഏറ്റവും വലിയ സാമ്രാജ്യത്തിൻ്റെ അധിപൻ ഒടുവിൽ ഒന്നുമില്ലാത്തവനെ പോലെ നിരാശയുടെ പടുകുഴിയിൽ വീണു. പുറത്തു യുദ്ധം നടക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ മനസ്സിനുള്ളിൽ അതിനേക്കാൾ വലിയ യുദ്ധം നടക്കുകയായിരുന്നു. ആ വലിയ പതനത്തിൻ്റെ, അല്ലെങ്കിൽ ആ അവസാന യാത്രയുടെ നിമിഷങ്ങളിലേക്കാണ് നമ്മളിനി പോകുന്നത്. വർഷം 1707 ഫെബ്രുവരി മാസം. ഡെക്കാനിലെ അഹമ്മദ് നഗറിൽ തണുത്ത കാറ്റ് വീശുന്നുണ്ട്. പക്ഷേ ആ കാറ്റിന് പോലും ഒരു മരണത്തിൻ്റെ മണമുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഔറംഗസീബിൻ്റെ കൂടാരത്തിനുള്ളിലാണ്. പണ്ട് ഇന്ത്യയെ വിറപ്പിച്ച ആ സിംഹം ഇപ്പോൾ തീർത്തും അവശനാണ്. 90 വയസ്സ് പ്രായം. ശരീരം മെലിഞ്ഞുണങ്ങിയിരിക്കുന്നു. കണ്ണുകളിലെ ആ പഴയ തീക്ഷ്ണത മാഞ്ഞുപോയി. പകരം അവിടെ നിറയെ ഭയവും ആശങ്കയുമാണ്. പനി മൂർച്ഛിച്ചിരിക്കുന്നു. ചുറ്റും നിൽക്കുന്ന വൈദ്യന്മാർക്കറിയാം ഇനിയൊരു മടങ്ങിവരവില്ല എന്ന്. ഔറംഗസീബിൻ്റെ വിറയ്ക്കുന്ന കൈകളിൽ ഒരു പേനയുണ്ട്. അദ്ദേഹം തൻ്റെ മക്കളായ അസം ഷായ്ക്കും കാംബക്ഷനും അവസാനത്തെ കത്തുകൾ എഴുതുകയാണ്. ഒരു ചക്രവർത്തിയുടെ വിൽപത്രമല്ലാതെ, മറിച്ച് ഒരു മനുഷ്യൻ്റെ കുറ്റസമ്മതമാണ്. ആ കത്തിലെ വരികൾ വായിച്ചാൽ ആരുടെയും കണ്ണ് നിറഞ്ഞുപോകും. അദ്ദേഹം എഴുതുന്നു: ഞാൻ ഈ ലോകത്തേക്ക് വന്നത് തനിച്ചാണ്. ഇപ്പോൾ പോകുന്നത് ഒരപരിചിതനെ പോലെയും. ഞാൻ ആരാണെന്നോ ഞാൻ എന്തിനാണ് വന്നതെന്നോ എനിക്ക് തന്നെ അറിയില്ല. എൻ്റെ സമയം കഴിഞ്ഞു. ഞാൻ എൻ്റെ സാമ്രാജ്യത്തിനു വേണ്ടിയോ ജനങ്ങൾക്ക് വേണ്ടിയോ ഒന്നും ചെയ്തില്ല. എൻ്റെ പടച്ചവൻ എന്നോടെങ്ങനെ പെരുമാറുമെന്ന് എനിക്കറിയില്ല. ഒന്ന് ചിന്തിച്ചു നോക്കൂ. 50 വർഷം ഭരിച്ച, ലോകത്തിലെ 1/6 ജനങ്ങളെ നിയന്ത്രിച്ച ഒരു ഭരണാധികാരി അവസാനം പറയുന്നത് ഞാൻ ഒന്നും ചെയ്തില്ല എന്നാണ്. അധികാരത്തിൻ്റെ കൊടുമുടിയിലിരിക്കുമ്പോഴും മനുഷ്യൻ എത്ര നിസ്സാരനാണ് എന്നതിൻ്റെ തെളിവല്ലേ ഇത്? കൂടാരത്തിന് പുറത്ത് ലക്ഷക്കണക്കിന് വരുന്ന മുഗൾ സൈന്യം കാത്തുനിൽക്കുന്നുണ്ട്. പക്ഷെ അകത്ത് ഔറംഗസീബ് തൻ്റെ ശ്വാസത്തിനു വേണ്ടി പോരാടുകയാണ്. അദ്ദേഹത്തിൻ്റെ മനസ്സ് നിറയെ ഓർമ്മകളാണ്. തടവിലിട്ട അച്ഛൻ, കൊന്ന സഹോദരങ്ങൾ, തകർത്ത ക്ഷേത്രങ്ങൾ, ഒടുങ്ങാത്ത യുദ്ധങ്ങൾ. ഇതെല്ലാം എന്തിനായിരുന്നു എന്ന ചോദ്യം ആ അവസാന നിമിഷങ്ങളിൽ അദ്ദേഹത്തെ വേട്ടയാടിയിട്ടുണ്ടാകാം. ഫെബ്രുവരി 20 വെള്ളിയാഴ്ച പുലർച്ചെ പ്രഭാത പ്രാർത്ഥനയ്ക്കുള്ള ബാങ്ക് വിളി ഉയരുന്നു. ഔറംഗസീബ് പതിയെ കണ്ണു തുറക്കുന്നു. ചുറ്റും നിൽക്കുന്നവരോട് അദ്ദേഹം അവസാനത്തെ ആഗ്രഹം പറയുന്നു: എൻ്റെ കല്ലറ വളരെ ലളിതമായിരിക്കണം. പാവപ്പെട്ടവർക്ക് നൽകുന്ന തുണി, കാടാ തുണി കൊണ്ട് മാത്രമേ എന്നെ പുതപ്പിക്കാവൂ. എൻ്റെ ശവസംസ്കാരത്തിന് ആർഭാടങ്ങൾ പാടില്ല. പിന്നെ അദ്ദേഹം തൻ്റെ തലയണിക്കടിയിൽ നിന്ന് ഒരു ചെറിയ സഞ്ചി എടുത്തു കാണിക്കുന്നു. അതിൽ കുറച്ച് നാണയങ്ങളുണ്ടായിരുന്നു. അവിടെയാണ് ഔറംഗസീബ് എന്ന മനുഷ്യൻ്റെ ഏറ്റവും വലിയ വിരോധാഭാസം. ആ സഞ്ചിയിലുണ്ടായിരുന്നത് വെറും 4 രൂപയും 2 അണയുമാണ്. അദ്ദേഹം തുപ്പികൾ തുന്നിയുണ്ടാക്കിയ സമ്പാദ്യം. ഇതുപയോഗിച്ചു വേണം എൻ്റെ ശവസംസ്കാരം നടത്താൻ, അദ്ദേഹം പറഞ്ഞു. ഖുറാൻ പകർത്തിയെഴുതിയുണ്ടാക്കിയ 305 രൂപ അദ്ദേഹം പാവങ്ങൾക്ക് ദാനം ചെയ്യാൻ മാറ്റിവെച്ചിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ സാമ്രാജ്യത്തിൻ്റെ അധിപൻ മരിക്കുമ്പോൾ സ്വന്തം അധ്വാനം കൊണ്ടുണ്ടാക്കിയ ഈ ചെറിയ തുക മാത്രമേ കൈവശമുണ്ടായിരുന്നുള്ളൂ. ശ്വാസം നിലയ്ക്കുന്നതിന് തൊട്ടുമുണ്ട് അദ്ദേഹം വിരലുകൾ കൊണ്ട് തസ്ബീഹുമാല ഉരുട്ടിക്കൊണ്ടിരുന്നു. ഒടുവിൽ ആ കൈകൾ നിശ്ചലമായി. ആലംഗീർ എന്ന ലോകം പിടിച്ചടക്കിയവൻ ഒരു പിടി മണ്ണിനായി കീഴടങ്ങി. ആ കൂടാരത്തിൽ ഉയർന്ന വിലാപം മുഗൾ സാമ്രാജ്യത്തിൻ്റെ തന്നെ മരണമണിയായിരുന്നു. ഔറംഗസീബിൻ്റെ ആഗ്രഹം പോലെ തന്നെ ഔറംഗാബാദിനടുത്തുള്ള ഖുൽദാബാദിൽ അദ്ദേഹത്തെ അടക്കി.
നിങ്ങൾ എപ്പോഴെങ്കിലും അവിടെ പോയാൽ അത്ഭുതപ്പെട്ടു പോകും. താജ്മഹലിൻ്റെ നിർമ്മാതാവിൻ്റെ മകനാണ് അവിടെ കിടക്കുന്നത്. പക്ഷേ അവിടെ മാർബിൾ മന്ദിരങ്ങളില്ല, വലിയ കവാടങ്ങളില്ല. ആകാശത്തിനു താഴെ വെറും മണ്ണിൽ ഒരു കൊച്ചു കല്ലറ. അതിനു മുകളിൽ തുളസിച്ചെടി വളർന്നു നിൽക്കുന്നു. മഴ പെയ്താൽ ആ കല്ലറ നനയും, വെയിൽ വന്നാൽ ഉണങ്ങും. ലാളിത്യത്തിൻ്റെ പര്യായമായി അതിന്നും അവിടെയുണ്ട്. പക്ഷേ അദ്ദേഹം മരിച്ചതോടെ ഇന്ത്യയിൽ സംഭവിച്ചത് വലിയൊരു സ്ഫോടനമാണ്. അദ്ദേഹം ഭയന്നത് തന്നെ സംഭവിച്ചു. മക്കൾ സിംഹാസനത്തിനു വേണ്ടി തമ്മിലടിച്ചു. 3 മക്കളും അസം, മോസം, കാംബക്ഷ് സൈന്യവുമായി പരസ്പരം യുദ്ധം ചെയ്തു. സഹോദരങ്ങളുടെ രക്തം വീണ്ടും ഒഴുകി. പക്ഷേ ഇത്തവണ സാമ്രാജ്യം രക്ഷപ്പെട്ടില്ല. മറാത്തകൾ ഡെക്കാൻ മുഴുവൻ തിരിച്ചു പിടിച്ചു. വടക്ക് സിഖുകാരും ജാട്ടുകളും കലാപം തുടങ്ങി. ഗവർണർമാർ ഓരോരുത്തരായി സ്വതന്ത്രരായി പ്രഖ്യാപിച്ചു. വെറും 10-15 വർഷത്തിനുള്ളിൽ ബാബറും അക്ബറും കെട്ടിപ്പടുത്ത ആ കൂറ്റൻ സാമ്രാജ്യം ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീണു. ഔറംഗസീബ് ഒരു വലിയ പാഠമാണ് നമുക്ക് നൽകുന്നത്. വാളുകൊണ്ട് നേടിയത് വാളുകൊണ്ട് തന്നെ നഷ്ടപ്പെടും. അദ്ദേഹം വിസ്തൃതി കൂട്ടി, പക്ഷേ അടിത്തറ ഇളക്കി. 1707 ആ സൂര്യൻ അസ്തമിച്ചതോടെ ഇന്ത്യയുടെ ചരിത്രത്തിൽ മധ്യകാലഘട്ടം അവസാനിക്കുകയും ആധുനിക കാലഘട്ടത്തിലേക്ക് ബ്രിട്ടീഷുകാരുടെ വരവിലേക്ക് വഴി തുറക്കുകയും ചെയ്തു. സുഹൃത്തുക്കളെ, അങ്ങനെ ഔറംഗസീബിൻ്റെ കഥ ഇവിടെ പൂർണ്ണമാകുന്നു. യുദ്ധങ്ങളുടെയും വിജയങ്ങളുടെയും ഒടുവിൽ വലിയൊരേകാന്തതയുടെയും കഥ. ചരിത്രം ചിലപ്പോൾ നമ്മളെ ഭയപ്പെടുത്തും, ചിലപ്പോൾ അത്ഭുതപ്പെടുത്തും. പക്ഷേ അവസാനം എല്ലാവരും മടങ്ങുന്നത് ഒരേ മണ്ണിലേക്കാണ് എന്ന് ഇത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഇനി നമുക്ക് ചരിത്രത്തിലെ കണക്കുകളും തീയതികളുമെല്ലാം മറക്കാം. ഇപ്പോൾ സമയം നിങ്ങളുടേതാണ്. ഈ കഥകളൊന്നും നിങ്ങളുടെ ഉറക്കത്തെ തടസ്സപ്പെടുത്താതിരിക്കട്ടെ. പകരം ആ പഴയ കാലഘട്ടത്തിലെ കുതിരക്കുളമ്പടിയുടെ ശബ്ദം ഒരു താരാട്ടുപോലെ നിങ്ങളുടെ മനസ്സിൽ അവശേഷിക്കട്ടെ. നിങ്ങളുടെ ശരീരം ഇപ്പോൾ അയഞ്ഞു കിടക്കട്ടെ. കൈകളും കാലുകളും റിലാക്സ് ചെയ്യൂ. കണ്ണിമകൾക്ക് ഭാരം കൂടുന്നു. പുറത്തൊരു പക്ഷേ കാറ്റ് വീശുന്നുണ്ടാകാം, അല്ലെങ്കിൽ നല്ല നിശബ്ദതയാകാം. എന്തു തന്നെയായാലും നിങ്ങൾ സുരക്ഷിതരാണ്. ഇന്നത്തെ തിരക്കുകളെല്ലാം കഴിഞ്ഞു. നാളെ പുതിയൊരു ദിവസമാണ്, പുതിയ വെളിച്ചമാണ്. മനസ്സിലെ ചിന്തകളെ ഓരോന്നായി കെട്ടഴിച്ചു വിടൂ. ഒഴുകുന്ന പുഴയിൽ ഇലകൾ ഒഴുകിപ്പോകുന്നതുപോലെ അവ പോകട്ടെ. സമാധാനം, ശാന്തത. വലിയ സാമ്രാജ്യങ്ങൾക്കും രാജാക്കന്മാർക്കും കിട്ടാത്ത ആ വലിയ സമ്പത്ത് ഇപ്പോൾ നിങ്ങൾക്ക് സ്വന്തമാണ്. നല്ല ഉറക്കം. പ്രിയ സ്വപ്നസഞ്ചാരി, നിങ്ങൾക്ക് ഞാൻ നല്ലൊരു ശുഭരാത്രി നേരുന്നു.
Thank you.